അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ക്ലാസ്സിനകത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മാർച്ച് 2023 നടന്ന കേട്ടറ്റ് പരീക്ഷയുടെ കാറ്റഗറി 4-ൻ്റെ അറബിക് പോർഷൻ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുള്ള ഒരു അനലൈസിസ് ആണ്. ഓരോ ഉത്തരവും നമുക്ക് ചെറിയ രീതിയിൽ പരിശോധിച്ച് എന്തുകൊണ്ടാണ് ഉത്തരമായി വന്നത് എന്നതിലേക്ക് എത്തിപ്പെടാനുള്ള അതിൻ്റെ മാർഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ. കാറ്ററ്റ് കാറ്റഗറി 4 അറബിക് മാർച്ച് 2023 നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ഉത്തരവും ഓപ്ഷനുകളും ഒന്ന് അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അൽ ഖിത്താറു അല വശക്കിൽ മുഗാദറത്തി മിനൽ മഹത്വത്തി ഒരു സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസ് നൽകിയിട്ട് അൽ ജുംലത്തു തുഫീദു, ഈ സെൻറ്റൻസ് എന്തർത്ഥമാണ് ധ്വനിപ്പിക്കുന്നത് എന്നതാണ്. 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് സെൻറ്റൻസിൽ നിന്നും ഉൾത്തിരിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ആശയം? ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അല വശക് എന്ന ഒരു പ്രയോഗം ഇതിനകത്തുണ്ട്. അല വശക്, ആ പ്രയോഗത്തിൻ്റെ അർത്ഥമാണ് ഈ സെൻറ്റൻസിലൂടെ ചോദിക്കുന്നത്. അല വശക് എന്ന് പറഞ്ഞാൽ ഈസ് എബൌട്ട് ടു, ചെയ്യാനിരിക്കുകയാണ് എന്നുള്ളൊരു അർത്ഥമാണ് അല വശക് എന്നുള്ളതിന്. ഗാദറൽ ഖിത്താറു മിനൽ മഹത്വത്തി, ട്രെയിന് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു പോയി. അൽ ഖിത്താറു യുഗാദിറു മിനൽ മഹത്വത്തി, ട്രെയിന് സ്റ്റേഷനിൽ നിന്ന് ഉടനെ പുറപ്പെടും. ലാ യുഗാദിറുൽ ഖിത്താറു ഫൗറൻ, ട്രെയിന് ഉടനെയൊന്നും പുറപ്പെടുകയില്ല. സൗഫ യുഗാദിറുൽ ഖിത്താറു, ട്രെയിന് പുറപ്പെടും. ഫൗറൻ, വളരെ പെട്ടെന്ന് പുറപ്പെടും. ഇതിൽ ഏതാണ് ശരിയായ അർത്ഥം? അലാ വശക് എന്ന പ്രയോഗത്തിൻ്റെ കൃത്യമായ അർത്ഥം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സൗഫ യുഗാദിറുൽ ഖിത്താറു ഫൗറൻ, ട്രെയിന് ഉടനെ പുറപ്പെടും, പുറപ്പെടാനിരിക്കുകയാണ്, വീഴാനിരിക്കുകയാണ് എന്നീ തരത്തിലുള്ള പ്രയോഗത്തിനാണ് അറബിയിൽ അലാ വശക് എന്ന് പ്രയോഗിക്കുന്നത്. നമുക്കതിൻ്റെ വിശദീകരണം കാണാം. അലാ വശക് അൻ, അല്ലെങ്കിൽ അലാ വശക് അന്ന എന്നിങ്ങനെയൊക്കെയാണ് ശേഷം വരാറുള്ളത്. ഖാറബ അൻ, എബൌട്ട് ടു, ശേഷം പറയപ്പെടുന്ന പ്രവർത്തനം ചെയ്യാനെടുത്തിരിക്കുന്നു. ട്രെയിന് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാനിരിക്കുകയാണ്. അൽ ഖിത്താറു അലാ വശക്കിൽ മുഗാദറത്തി മിനൽ മഹത്വ എന്നതിൻ്റെ അർത്ഥം ദ ട്രെയിൻ ഈസ് എബൌട്ട് ടു, ഇംഗ്ലീഷിൽ അതിന് പറയൽ എബൌട്ട് ടു. ദ ട്രെയിൻ ഈസ് എബൌട്ട് ടു ലീവ് ദ സ്റ്റേഷൻ, സ്റ്റേഷൻ വിടാൻ ഇരിക്കുകയാണ് ട്രെയിൻ, ഉടനെ പുറപ്പെടും. അലാ വഷ്കി അൻ യസ്ഖുത, വീഴാനിരിക്കുകയാണ്. ഹി ഓൾമോസ്റ്റ് ഫെൽ, ഓൾമോസ്റ്റ് എന്നുള്ള രീതിയിലും ഇതിനെ വിവർത്തനം ചെയ്യാറുണ്ട് ഇംഗ്ലീഷിലേക്ക്. ഹി ഓൾമോസ്റ്റ് ഫെൽ, അവൻ വീഴാനിരിക്കുകയായിരുന്നു, അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. കാന അലാ വഷ്കിൽ വുസൂൽ ഇലൽ ബൈത്ത്, വീട്ടിലേക്ക് എത്താനിരിക്കുകയായിരുന്നു. ഹി ഓൾമോസ്റ്റ് അറൈവ്ഡ് അറ്റ് ഹോം, വീട്ടിലേക്ക് എത്താനിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായത് എന്നിങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ എബൌട്ട് ടു എന്നിങ്ങനെയാണ് അലാ വഷ്ക് എന്നുള്ളതിന് വിവർത്തനം നൽകപ്പെടുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരുന്ന ഓപ്ഷനുകൾ ഒന്നുകൂടെ നോക്കാം. ഗാദറൽ ഖിത്താറു മിനൽ മഹത്വ, സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞു, അത് തെറ്റാണ്. അൽ ഖിത്താറു യുഗാദിറു മിനൽ മഹത്വ, സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടും. പക്ഷെ വളരെ പെട്ടെന്ന് എന്നുള്ളൊരു അർത്ഥം കൂടി അലാ വശക് എന്നുള്ളതിന് അർത്ഥമുണ്ട്, പുറപ്പെടാനിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെട്ടെന്ന് പുറപ്പെടും എന്നുള്ള അർത്ഥം ഇതിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് ഇതും ശരിയല്ല. ലാ യുഗാദിറുൽ ഖിത്താറു ഫൗറൻ, പെട്ടെന്നൊന്നും ട്രെയിന് പുറപ്പെടുകയില്ല, അപ്പോൾ അതും ശരിയല്ല. അവസാനത്തേത് സൗഫ യുഗാദിറുൽ ഖിത്താറു, ട്രെയിന് പുറപ്പെടും. ഫൗറൻ, വളരെ പെട്ടെന്ന് പുറപ്പെടും. അപ്പോൾ ഈ ഫൗറൻ എന്നും പിന്നെ പുറപ്പെടും, ഇതുവരെ പുറപ്പെട്ടിട്ടില്ല, ഇനി പുറപ്പെടാനിരിക്കുകയാണ്, അപ്പോൾ വളരെ പെട്ടെന്ന് പുറപ്പെടാനിരിക്കുകയാണ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ഹിക്കായത്തുൻ ഖസീറത്തുൻ, ചെറിയ വർണ്ണനകളാണ്, വിവരണങ്ങളാണ്. തദൂറു ഫിഹൽ മുഹാവറത്തു ബൈന ഷഖ്സൈൻ, 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഇതിവൃത്തമായി വരുന്നത്. ഇത്തരം സാഹിത്യ മേഖലയ്ക്ക്, ശാഖയ്ക്ക് എന്താണ് പേര് വിളിക്കുന്നത്? തുസമ്മ. ഹിക്കായത്തുൻ വിവരണമാണ്, ഖസീറത്തുൻ വളരെ ചുരുങ്ങിയ ഒരു വിവരണം. തദൂറു ഫിഹൽ മുഹാവറത്തു ബൈന ഷഖ്സൈൻ, 2 വ്യക്തികൾക്കിടയിലുള്ള സംഭാഷണമാണ് അതിലെ പ്രധാനപ്പെട്ട ഇതിവൃത്തമായി വരുന്നത്. മുനാളറ, ഡിബേറ്റ് എന്നുള്ളത് ഒരു വിവരണമാണോ, ഹിക്കായത്താണോ? അല്ല.
തൗഖിയാത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കത്തൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കത്തിൻ്റെ അടിയിൽ രാജാക്കന്മാർ ഒപ്പിടുന്നതിനാണ് തൗഖിയാത്ത്. ഒപ്പിടുന്നതിനോട് കൂടെ അവരുടെ ചില കമൻസും കൂടി ചേർത്ത് വെക്കാറുണ്ട്, അതിനാണ് തൗഖിയാത്ത് എന്ന് പറയുന്നത്. അതുമല്ല, അൽ ഇഖ്വാനിയാത്ത് സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം എഴുതുന്ന കത്തുകൾക്കാണ് ഇഖ്വാനിയാത്ത് എന്ന് പറയുന്നത്. റസായിലുൽ ഇഖ്വാനിയാത്ത്, സൗഹൃദ കത്തുകൾക്ക്. അൽ മഖാമാത്ത് എന്നതാണ് ശരിയായ ഉത്തരം. മഖാമാത്ത് എന്ന് പറഞ്ഞാൽ ഹിക്കായത്തുൻ ഖസീറത്തുൻ തദൂറു ഫിഹൽ മുഹാവറത്തു ബൈന ശഖ്സൈൻ. അപ്പോൾ ഇനി എന്താണ് മഖാമാത്ത് എന്നുള്ളതൊന്ന് വിശദമായിട്ട് നമുക്ക് ഈ സ്ലൈഡിൽ കാണാൻ കഴിയും. നൗഉം മിനൽ അദബിൽ ഖസസി, അതൊരു കഥാ സാഹിത്യ രൂപമാണ്. യുറൗ ബി ത്വരീഖത്തിൻ ബലീഗത്തിൻ, നല്ല സാഹിത്യ ഭാഷയിലായിരിക്കും അത് പ്രസന്റേഷൻ. ഒമസ്ജുഅത്തിൻ, സജ്അ്, ജിനാസ്, ബലാഗയുടെ മുഹസ്സനാത്ത്, ലഫ്ലിയകൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകപ്പെടും. അതിനെക്കുറിച്ച് പറയാം. ഹിക്കായത്തുൻ ഖസീറത്തുൻ, വളരെ ഷോർട്ടായിട്ടുള്ള അവതരണങ്ങളാണ്. തദൂറു ഫിഹൽ മുഹാവറത്തു ബൈന ശഖ്സൈൻ, രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സംഭാഷണമാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്ന ഒരു വിവരണമാണല്ലോ, അപ്പോൾ അതിനൊരു റാവി ഉണ്ടാകും, ഈ ഒരു കഥ പറയുന്ന ഒരാൾ. തിൽക ശഖ്സിയത്തുല്ലത്തി തൻഖുലുൽ മജ്ലിസ് തുഹദ്ദിസു അൻഹു, ഒരു മജ്ലിസിലേക്ക് കടന്നു ചെല്ലുകയും ഒരു സദസ്സിലേക്ക് കടന്നു ചെന്ന് ആ സദസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ, അതാണ് ഈ ഹിക്കായത്ത്. ഇദ്ദേഹമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ബത്തലു, അതിൻ്റെ ഉള്ളിലുള്ള അടുത്ത ബത്തൽ, ഹുവ തിൽക ശഖ്സിയത്തുല്ലത്തി തദൂറു ഹൗലഹു, ഉള്ളിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രം, അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വതൻതഹി ബിൻതിസാരിഹി ദായിമൻ, മിക്കവാറും ഈ ബത്തൽ അദ്ദേഹത്തിൻ്റെ വിജയമായിരിക്കും ഇതിൻ്റെ അവസാനമായിട്ട് വരാറുള്ളത്. അസ്ഹാബുഹ, മഖാമാത്തിൽ കഴിവ് തെളിയിച്ച പ്രധാനപ്പെട്ട ആളുകളാണ് അൽ ഹമദാനി ബദിഉസ്സമാൻ അൽ ഹമദാനി, അദ്ദേഹമാണ് അൽ മുഖ്തരി, ഫൗണ്ടർ, ഇതിൻ്റെ സ്ഥാപകൻ. അൽ ഹരീരി ഇബ്നു ദുറൈദ്, ഇവരൊക്കെ മഖാമാത്തിൽ കഴിവ് തെളിയിച്ച കൂടുതൽ മഖാമകൾ എഴുതിയിട്ടുള്ള സാഹിത്യകാരന്മാരാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഹിക്കായത്തുൻ ഖസീറത്തുൻ എന്നുള്ളതിന് പേര് പറയുന്നത് മഖാമാത്ത് എന്നതാണ്. മുനാളറാത്ത് ഡിബേറ്റ് ആണ്, രണ്ടാളുകൾ തമ്മിലുള്ള ഡിബേറ്റ്. മുനാളറയിൽ മുഹാവറത്തു ബൈന ശഖ്സൈൻ ഉണ്ട്, പക്ഷെ അത് ഹിക്കായത്തുൻ, അതൊരു വിവരണമല്ല. തൗഖിയാത്ത് രാജാവോ കടിയിൽ ഒപ്പിടുന്നതിനാണ് തൗഖിയ എന്ന് പറയുന്നത്. സീല് വെക്കുന്നതിനോട് കൂടെ അവരുടെ ചില കമൻസ് കൂടെ ചിലപ്പോൾ എഴുതി വെക്കാറുണ്ട്, അതിനാണ് തൗഖിയാത്ത്. അത് ഹിക്കായത്തുൻ ഖസീറ അല്ലല്ലോ. അതുപോലെ തന്നെ രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണവും അവിടെ നടക്കുന്നില്ല. ഇഖ്വാനിയാത്തിൽ രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണം ഉണ്ട്, പക്ഷെ ഹിക്കായത്തുൻ ഖസീറ അല്ല, അത് റിസാലത്ത്, കത്തെഴുത്ത് എന്നുള്ളതിൻ്റെ ഇനത്തിൽ വരുന്നതാണ് ഇഖ്വാനിയാത്ത് എന്നത്. അടുത്ത ചോദ്യം, ഇജ്തമഅ ശുബ്ബാനു ഫിൽ മൈദാനി, ഗ്രൗണ്ടിൽ ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് കൂടി, ബി അൽവിയത്തിൻ, പതാകകൾ വഹിച്ചുകൊണ്ട്, നീല നിറത്തിലുള്ള പതാകകൾ. ബി അൽവിയത്തിൻ, ലിവാ എന്നതിൻ്റെ ജമ്മാണ് അൽവിയത്ത്. ബി അൽവിയത്തിൻ സർഖാ. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണെന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സർഖാ, നീല നിറത്തിലുള്ള പതാകകൾ ചുമന്നുകൊണ്ട് ഗ്രൗണ്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. അപ്പോൾ ഇവിടെ ഓപ്ഷനുകളുണ്ട്. അസ്റഖിൻ, അസ്റഖ, സർഖായിൻ, സർഖാ എന്നിങ്ങനെ ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സർഖായിൽ ആണ് ശരിയുത്തരം എന്ന് പറയാൻ കാരണം, അൽവിയത്ത് എന്നുള്ളത് ജം ആണ്. കുല്ലു ജംഇൻ മുഅന്നസു, അറബിയിലുള്ള ഒരു പൊതു ഖാഇദയാണ്. കുല്ലു ജംഇൻ മുഅന്നസു, ജം ആയിട്ടുള്ള എല്ലാ പദങ്ങളും മുഅന്നസ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. കുല്ലു ജംഇൻ മുഅന്നസു. അപ്പോൾ അൽവിയത്ത് എന്നത് ജം ആയ ഒരു പദമാണ്, മുഅന്നസ് ആണ്. അപ്പോൾ ഇനി അതിൻ്റെ ശേഷം അതിൻ്റെ വിശദീകരണം, പതാകയുടെ സിഫത്താണ് ഇനി ശേഷം വരുന്നത്. പതാകയുടെ നിറം എന്താണ്? നീല നിറമാണ്. അപ്പോൾ നീല എന്നത് പതാകയുടെ നഅത്ത് സിഫത്ത് ആയതുകൊണ്ട് തന്നെ അൽവിയത്ത് മുഅന്നസ് ആയതുകൊണ്ട് സിഫത്ത് മുഅന്നസ് ആവേണ്ടിയിരിക്കുന്നു. അപ്പോൾ അസ്റഖ് എന്നതിൻ്റെ മുഅന്നസ് സർഖാ എന്നതാണ്. അസ്റഖിന്റെ മുഅന്നസ് സർഖ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓപ്ഷനുകളും തെറ്റാണ്. ഇനി അടുത്ത ഓപ്ഷന് സർഖ ഇൻ എന്നുണ്ട്, സർഖ ആ എന്നുണ്ട്. ഇതിലേതാണ് ശരിയാകുന്നത്? ബി കൊണ്ട്, അൽവിയത്തിൻ, പതാകകൾ കൊണ്ട്. അൽവിയത്തിൻ എന്നുള്ളത് ബാ കൊണ്ട് മജ്റൂറാണ്. ബി അൽവിയത്തിൻ, ബാ വന്നതുകൊണ്ട് മജ്റൂറാണ് അൽവിയത്തി എന്നത്. അപ്പൊ ഇനി അതിന്റെ നാത്ത് വരുന്ന സമയത്ത് നാത്തും മജ്റൂർ ആവണം. നാത്ത് മജ്റൂർ ആണ്. സർഖാ എന്നുള്ളതിനും ജറാണ് വേണ്ടത്.
സർഖ എന്ന പദത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് ഗൈർ മുൻസരിഫായ പദമാണ്. അതിൻ്റെ അവസാനത്തിൽ അലിഫും ഹംസയും അലിഫുത്ത് ഇനീസിൽ മംദൂദ എന്നാണ് അതിന് പറയുന്നത്. അലിഫ് അത്ത് ഇനീസ് മുഅന്നസിനെ സൂചിപ്പിക്കുന്ന അലിഫാണ് അൽ മംദൂദ, നീട്ടമുള്ള. സർഖ എന്ന് നീട്ടിയാണല്ലോ അത് വായിക്കുന്നത്. അപ്പോൾ അലിഫുത്ത് ഇനീസുൽ മംദൂദ അതിൻ്റെ അവസാനത്തിൽ വരുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ ഗൈർ മുൻസരിഫായ പദമാണ്. ഗൈർ മുൻസരിഫായ പദങ്ങൾക്ക് ജറ് ലഭിക്കുന്നത് കസ്റോണ്ടല്ല, കസ്റിന് പകരം ഫത്ഹാണ്. ബി അൽവിയത്തിൻ ജറ്. ഇവിടെ സർഖാഇൻ എന്ന് ഗൈർ മുൻസരിഫാണ് എന്ന് മനസ്സിലാക്കാത്ത ആളുകൾ സർഖാഇൻ എന്ന് ശരിയാണെന്ന് ധരിക്കും. അൽവിയത്തിൻ എന്ന പോലെ തന്നെ സർഖാഇൻ എന്ന്. പക്ഷെ സർഖ എന്നുള്ള പദം ഗൈർ മുൻസരിഫായ പദമാണ്. അതിന് കസ്റ കൊണ്ടല്ല ജറ് കിട്ടേണ്ടത്, അതിന് ഫത്ഹാണ് കസ്റിന് പകരം നൽകേണ്ടത്. അപ്പോൾ ബി അൽവിയത്തിൻ സർഖാ, അൽവിയത്തിന്റെ ന്യായത്താണ് സർഖാ. അതുകൊണ്ട് സർഖാ മജ്റൂറാണ്. മജ്റൂറുൻ ബിൽ ഫത്ഹി, ഫത്ഹ കൊണ്ടാണ് അതിന് ജറ് ലഭിച്ചത്. അപ്പോൾ അതിന്റെ വിശദീകരണം നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കാണാൻ കഴിയും. ഇജ്തമഅ ശുബ്ബാനു ഫിൽ മൈദാനി ബി അൽവിയത്തിൻ സർഖാ. ഇങ്ങനെയാണ് നമ്മുടെ ഉദാഹരണം. ലിവാ എന്നതിന്റെ ജംആണ് അൽവിയത്ത്, പതാക എന്നത്. അസ്റഖ് എന്നതിന്റെ മുഅന്നസാണ് സർഖാ, ബ്ലൂ എന്നർത്ഥം. അൽവിയത്തുൻ സർഖാ, അൽവിയത്തുൻ പതാക, സർഖാ. അപ്പൊ ഇവിടെ ബി എന്ന് വന്നതുകൊണ്ട് ബി അൽവിയത്തിൻ സർഖാ, ബ്ലൂ ഫ്ലാഗ്സ്. അന്നഅത്തു യത്ബഉൽ മൻഊത, നഅത്ത് സർഖാ എന്ന് നീല നിറത്തിലുള്ള എന്നത് നഅത്താണ്. അപ്പോൾ അത് മൻഊത്തിനുള്ള പോലെ തന്നെ ഇഅ്റാബ് വേണം സർഖാഇനും. ഫിൽ ഇഅ്റാബി വത്ത് ഇനീസ്, മുഅന്നസിന്റെ വിഷയത്തിൽ. അൽവിയത്ത് ജമ്മാണ്, മുഅന്നസാണ്. അതുകൊണ്ട് സർഖാ മുഅന്നസായി വന്നു. അസ്റഖ് എന്നത് തെറ്റായത് അതുകൊണ്ടാണ്. ഇഅ്റാബ് അൽവിയത്തിന് എന്നുള്ളതിന് ജറാണ്, സർഖാ എന്നുള്ളതിനും ജറാണ്. ജറ് ലഭിച്ചത് സർഖാ ഗൈർ മുൻസരിഫ് ആയതുകൊണ്ട് ഫത്ഹ കൊണ്ടാണ്. സർഖാ മുഅന്നസുൻ ബി അലിഫിത്ത് ഇനീസിൽ മംദൂദ, അലിഫുത്ത് ഇനീസിൽ മംദൂദ അതിന്റെ അവസാനത്തിൽ ഉണ്ടായതുകൊണ്ട് ഈ പദം വലിദാലിക മംനൂഉ മിനസ് സർഫ്, ഗൈർ മുൻസരിഫായ ഒരു പദമാണ്. സർഖാ എന്നത് ഗൈർ മുൻസരിഫായ പദമാണ്. ഗൈർ മുൻസരിഫായ പദത്തിന് ഇഅ്റാബ് ലഭിക്കുന്നത് യുജറുൽ മംനൂഉ മിനസ് സർഫ് ബിൽ ഫത്ഹത്തി, ഫത്ഹ് കൊണ്ടാണ് ജറ് ലഭിക്കുന്നത്. അപ്പൊ സ്വല്ലൈതു ഫീ മസാജിദി എന്നല്ല പറയല്. ഞാൻ പള്ളിയിൽ നമസ്കരിച്ചു എന്നുള്ളതിന് മസാജിദ് എന്നുള്ള പദം അത് ഗൈർ മുൻസരിഫായ പദമായതുകൊണ്ട് തന്നെ ഫി മസാജിദ, ഫത്ഹ് കൊണ്ടാണ് അതിന് ജറ് ലഭിക്കുന്നത്. മശൈതു ഫി സഹ്റാ എന്ന പോലെ തന്നെയാണ് നമ്മുടെ ഉദാഹരണം. ഇജ്തമഅ ശുബ്ബാനു ഫിൽ മൈദാനി, ചെറുപ്പക്കാര് മൈദാനിൽ ഒരുമിച്ച് കൂടി ബി അൽവിയത്തിൻ സർഖാ. അപ്പൊ സർഖാ എന്നുള്ളത് ഗൈർ മുൻസരിഫായ പദമായതുകൊണ്ടാണ് ഫത്ഹ് കൊണ്ട് ജറ് ലഭിച്ചത്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു. അടുത്ത ചോദ്യം. ഹളർത്തുൽ ഹഫ്ലത, ഞാൻ പാർട്ടിക്ക് പോയിരുന്നു, ഞാൻ ആ സമ്മേളനത്തിന് പങ്കെടുത്തു. റഗ്മ അന്നി മരീഉൻ, ഞാൻ രോഗിയായിരുന്നു, എന്നിട്ടുകൂടെ ഞാൻ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു സദസ്, ഹഫ്ലത്ത് പാർട്ടി, എന്തെങ്കിലും ഭക്ഷണ പാർട്ടികളൊക്കെ ആവാം, അതിൽ പങ്കെടുത്തു. അൽ ജുംലത്തു തുഫീദു, ഈ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഈ സെന്റൻസിൽ റഗ്മ അന്നി എന്നുള്ളതിന്റെ അർത്ഥം കൃത്യമായി വിദ്യാർത്ഥികൾ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. റഗ്മ അന്നി അതൊരു ലിങ്കിങ് പദമാണ്. ഹളർത്തുൽ ഹഫ്ലത എന്നതിനെയും അന്നി മരീദ് എന്നതിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പദമാണ് റഗ്മ അന്നി എന്നുള്ളത്. ഞാൻ രോഗിയായിട്ട് കൂടി ഞാൻ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം ഇന്നി മരീദ്, ഞാൻ രോഗിയാണ്, വലാക്കിൻ ഹളർത്തുൽ ഹഫ്ലത, പക്ഷെ ഞാൻ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മസ്തതാഅത്തുൽ ഹുദൂറ, ഞാൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫിൽ ഹഫ്ലത്തിൽ അന്നി മരീദ്, രോഗിയായതുകൊണ്ട് ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇത് തെറ്റാണ്. കാരണം പങ്കെടുത്തു, രോഗിയായിട്ട് കൂടെ പങ്കെടുത്തു എന്നാണ്. ബി സബബിൽ മറദി, രോഗം കാരണം. ലാ അസ്തതിഉൽ ഹുദൂറ ഫിൽ ഹഫ്ലത്തി, സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയൂല. തെറ്റ്. ഹളർത്തു ഫിൽ ഹഫ്ലത്തി, ഞാൻ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലിദാ സിർതു മരീദൻ, പങ്കെടുത്തത് കാരണത്താൽ പിറ്റേന്ന് ഞാൻ രോഗിയായി മാറി. അതും തെറ്റാണ്. ശരിയായ ഉത്തരം ഇന്നി മരീദൻ, ഞാൻ രോഗിയാണ്. വലാകിന്നി ഹളർത്തുൽ ഹഫ്ലത, പക്ഷേ എന്നിട്ട് കൂടെ ഞാൻ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ് ശരിയായ ഉത്തരം. അപ്പോൾ റഗ്മ അന്ന എന്നുള്ളത് ഇംഗ്ലീഷിൽ അത് വിവർത്തനം ചെയ്യുന്നത് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ആൾദോ, ഈവൻ ഇഫ്. ഹളർത്തുൽ ഹഫ്ലത റഗ്മ അന്നി മരീദൻ, ഐ അറ്റൻഡഡ് ദ പാർട്ടി ഈവൻ ദോ ഐ വാസ് സിക്ക്, ഞാൻ രോഗിയായിരുന്നു എന്നിട്ട് കൂടെ ഞാൻ പാർട്ടിക്ക് വന്നു, പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം.
മആനി ഷിഅരിൽ ജാഹിലി, ജാഹിലി കവിതകളുടെ ആശയങ്ങൾ തതമയ്യസുബി, അതിനുള്ള പ്രത്യേകത എന്താണ്? ജാഹിലി കവിതകളുടെ ഖസായിസ്, അതിൻ്റെ പ്രത്യേകതകളിൽ താഴെയുള്ളതിൽ ഏതാണ് ശരിയായത്? ഇർത്തിബാത്തുഹ മഅൽ ഖളായൽ ഇൻസാനിയൽ ആലമിയ, ആഗോള മനുഷ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആണ് ജാഹിലി കാലത്തെ കവിതയിലെ ആശയങ്ങൾ. അത്തഅമ്മുഖ്, നല്ല ആഴം ഉള്ളതാണ്. തഅഖീദ്, നല്ല കോംപ്ലിക്കേറ്റഡ് ആണ് അതിലുള്ള ആശയങ്ങൾ. അസ്സിദ്ഖ് വൽ വുളൂഹ്, സത്യസന്ധതയാണ്. വൽ വുളൂഹ്, വ്യക്തതയാണ്. അൽ അനാസുറുൽ വതനിയ, ദേശീയ ഘടകങ്ങളൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കാരണം ജാഹിലി കവിതകൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണമായിരുന്നു അസ്ദിഖ്, സത്യസന്ധമായി ഉള്ളതെന്താണോ അത് അതുപോലെ പറയുന്നത്. ഇഷ്ടങ്ങളും അവരുടെ വെറുപ്പുകളും ദേഷ്യങ്ങളും അവരുടെ പകകളും അത് സത്യസന്ധമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കവിതകളിൽ. വൽ വുളൂഹ്, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇർത്തിബാത്തുഹ മഅൽ ഖളായൽ ഇൻസാനിയൽ ആലമിയ, ആഗോള മനുഷ്യ പ്രശ്നങ്ങളെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് തെറ്റാണ്. കാരണം ആലമിയ എന്നുള്ളൊരു കൺസെപ്റ്റ് അന്ന് ജാഹിലിയ പീരീഡിൽ ഇല്ലല്ലോ. ആഗോള പ്രശ്നങ്ങൾ, ഇന്നത്തെ പോലെ ഒരു ഗ്ലോബലൈസേഷൻ, അങ്ങനത്തെ ഒരു കാലത്തൊന്നുമല്ല ജാഹിലി കവിതകൾ ജന്മം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള മനുഷ്യ പ്രശ്നങ്ങളുമായിട്ട് സംവദിക്കാൻ ഉതകുന്നതല്ല ജാഹിലി കവിതകൾ. തഅമ്മുഖ് വ തഅഖീദ്, തഅഖീദ് പറഞ്ഞാൽ അത് കെട്ടിക്കുടുക്ക് അല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. അല്ല, അത് വളരെ വ്യക്തമാണ്. അത് വായിച്ചാൽ കൃത്യമായി അർത്ഥവും അന്നത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. തഅഖീദ് ജാഹിലി കവിതകളിലില്ല. അൽ അനാസുറുൽ വതനിയ, ദേശത്തെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അന്ന് ദേശങ്ങളും വത്തനും ദേശീയതയും ഒന്നും രൂപപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ വത്തനിയ എന്നുള്ളതും ജാഹിലി കവിതകളിൽ കാണാൻ കഴിയാത്തത് കൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അസ്ദിഖ് വൽ വുളൂഹ്. അൽ ഫിഅലുൽ മുളാരി ഫിൽ ആയത്തി, ഈ ആയത്തിലുള്ള ഫിഅൽ മുളാരി. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്ന് പടച്ചോന്റെ ഒരു വാഗ്ദാനാണ്. ലഇൻ ശകർതും, നന്ദി ചെയ്യുകയാണെങ്കിൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ലഅസീദന്നകും എന്നാണ്. അപ്പോൾ ഈ ഫിഅൽ മുളാരി ഏതാണ് ഇതിലുള്ള ശരിയായ ഉത്തരം? മർഫൂഉൻ ബിൽ ലമ്മി, ലമ്മു കൊണ്ട് റഫ് ആണ് എന്നത്. മൻസൂബുൻ ബിൽ ഫത്ഹ്, ഫത്ഹ് കൊണ്ട് നസ്ബാണ്. മബ്നിയുൻ അലൽ ഫത്ഹി, ഫത്ഹിന്റെ മേൽ മബ്നിയാണ്. മബ്നിൻ അലൽ സുകൂനി, സുകൂന്റെ മേൽ മബ്നിയാണ് എന്നുള്ള രണ്ട് ഓപ്ഷന്. അപ്പോൾ ഫിഅൽ മുളാരിന്റെ ഇവിടുത്തെ ഇഅ്റാബ് എന്താണ് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. മബ്നിയുൻ അലൽ ഫത്ഹി എന്നതാണ് ശരിയായ ഉത്തരം. കാരണം ഫിഅൽ മുളാരിന്റെ അവസാനത്തിൽ നൂനു തൗക്കീദ് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ മബ്നിയാകും അലൽ ഫത്ഹി, ഫത്ഹിന്റെ മേൽ മബ്നിയാകും. അപ്പോൾ ലഅസീദന്ന, നൂനു തൗക്കീദ് ചേർന്ന് വന്ന ഒരു സാഹചര്യത്തിലാണ് ഫിഅൽ മുളാരി മബ്നിയാകുന്നത്. അല്ലെങ്കിൽ നൂനു നിസ്വ ചേർന്ന് വരുമ്പോൾ, നൂനു തൗക്കീദാണെങ്കിൽ ഫത്ഹിന്റെ മേലും നൂനു നിസ്വയാണ് ചേർന്ന് വന്നെങ്കിൽ സുകൂന്റെ മേലും. അതല്ലാത്ത ബാക്കി സാഹചര്യങ്ങളിലൊക്കെ ഫിഅൽ മുളാരി മുഅറബാണ്, മർഫൂ, മജ്സൂം, മൻസൂബക്കായിട്ട് വരാം. അപ്പോൾ ഇവിടെ നൂനു തൗക്കീദ് ഉണ്ടായതുകൊണ്ട് ബിനാഉൽ ഫിഅൽ മുളാരി മബ്നിയാകുന്ന സാഹചര്യം യുബ്നൽ ഫിഅൽ മുളാരി ഇദത്തസല ബിഹി നൂനു തൗക്കീദ് ഔ നൂനു നിസ്വ, നൂനു തൗക്കീദോ നൂനു നിസ്വയോ ചേർന്ന് വരുന്ന ഈ രണ്ട് എണ്ണം ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഫിഅൽ മുളാരി മബ്നിയാകുന്നുള്ളൂ. ഇത് രണ്ടും ഇല്ലാത്ത ബാക്കിയുള്ള എല്ലാ സാഹചര്യത്തിലും ഫിഅൽ മുളാരി മുഅറബാണ്. യുബ്ന അലൽ ഫത്ഹി, ഫത്ഹിന്റെ മേൽ മബ്നിയാകും. ഇദത്തസല നൂനു തൗക്കീദ വന്നതെങ്കിൽ ഫത്ഹിന്റെ മേലാണ് മബ്നി. ലയൻസുറന്ന, അപ്പോൾ ഇവിടെ നൂനു തൗക്കീദ് വന്നു, ഫത്ഹിന്റെ മേലാണ് മബ്നി. വയുബ്ന അല സുകൂൻ, സുകൂന്റെ മേൽ ഫിഅൽ മുളാരി മബ്നിയാകും. ഇദത്തസലത് നൂനു നിസ്വയാണ് ചേർന്ന് വന്നത്. നൂനു നിസ്വ ചേർന്ന് വന്ന യജ്ലിസ്ന, സ്ത്രീകൾ ഇരിക്കുന്നു. യജ്ലിസ്ന എന്നുള്ള നൂനു നിസ്വ ചേർന്ന് വന്നതുകൊണ്ട് സുക്കൂന്റെ മേലാണ് മബ്നിയായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഖായിദയാണ് നമ്മുടെ ഈ ഒരു ഉദാഹരണത്തിലൂടെ ചോദിച്ചിട്ടുള്ളത്. വയകൂനുൽ ഫിഅലുൽ മുളാരി മുഅറബൻ ഫി സായിരിൽ ഹാലാത്ത്, നൂനു തൗക്കീദ് നൂനു നിസ്വ ചേർന്ന് വരാത്ത ബാക്കിയുള്ള എല്ലാ അവസരത്തിലും ഫിഅൽ മുളാരി മുഅറബായിട്ടാണ് പരിഗണിക്കപ്പെടുക. അടുത്ത ചോദ്യം, മാ അൻതി ഇല്ലാ ജന്നത്തുൻ ഖല്ലാബത്തുൻ യഅ്വി തുഖാത്തുൻ മിൻ ഉലി റിദ്വാനി. ഈ കവിതയിൽ ഏത് തരം ബലാഗയുടെ തശ്ബീഹ് ഇസ്തിആറത്താണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. മാ അൻതി, നീയല്ല, ഇല്ലാ ജന്നത്തുൻ, ഒരു പൂന്തോട്ടമല്ലാതെയല്ല, ഖല്ലാബത്തുൻ, നല്ല ആകർഷണീയമായ പൂന്തോട്ടം. മാ അൻതി ഇല്ലാ ജല്ലത്തുൻ ഖല്ലാബത്തുൻ,
യഅ്വി തുഖാത്തുൻ നല്ല ഭയഭക്തിയുള്ള ആളുകൾ നിന്നിലേക്ക് അഭയം പ്രാപിക്കുന്നു. മിൻ ഉലീരിളുവാനി പടച്ചവന്റെ പ്രീതി കരസ്ഥമാക്കിയിട്ടുള്ള ആളുകൾ. അപ്പൊ ഇവിടുത്തെ തശ്ബീഹ് ഇവിടെ നടക്കുന്നത് മാ അന്തി ഇല്ലാ ജന്നത്തുൻ, താങ്കൾ ഒരു പൂന്തോപ്പാണ്, താങ്കൾ ഒരു പൂന്തോപ്പാണ്. മാ അന്തി ഇല്ലാ പൂന്തോപ്പ് അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ അന്തി ജന്നത്തുൻ. നമുക്ക് തശ്ബീഹ് എഴുതി നോക്കാം. അന്തി ജന്നത്തുൻ, അന്ത അന്തി, അന്ത മുഖാത്തബ് ആണെങ്കിൽ അന്ത, അന്ത താങ്കൾ ഒരു പൂന്തോപ്പാണ്. ഇതൊരു തശ്ബീഹാണ്. ഈ തശ്ബീഹ് ളിംനി, തശ്ബീഹ് ബലീഗ്, ഇസ്തിആറ മക്നിയ, ഇസ്തിആറ തസ്രീഹിയ. ഇസ്തിആറത്തല്ല എന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. കാരണം ഇസ്തിആറത്താകുന്ന സമയത്ത് മുഷബ്ബഹോ മുഷബ്ബഹ് ബിഹോ രണ്ടാലൊന്ന് കളയപ്പെട്ടിട്ടുണ്ടാകും. ഇവിടെ മുഷബ്ബഹ് ഉണ്ട്, അന്ത നീ, താങ്കളെ ഉപമിക്കുന്നത് പൂന്തോപ്പിനോടാണ്, ജന്നത്തുൻ. അപ്പൊ മുഷബ്ബഹ് ബിഹി ജന്നത്തുൻ, മുഷബ്ബഹ് അന്തയോട് രണ്ടുണ്ടായത് കൊണ്ട് ഇസ്തിആറത്തല്ല. ഇസ്തിആറത്താണെങ്കിൽ മുഷബ്ബഹോ മുഷബ്ബഹ് ബിഹോ കളയപ്പെട്ടിരിക്കണം. ഇനി തശ്ബീഹ് ബലീഗ്, തശ്ബീഹ് ബലീഗ് എന്ന് പറഞ്ഞാൽ തശ്ബീഹിൽ മുഷബ്ബഹും മുഷബ്ബഹ് ബിഹും മാത്രമാണെങ്കിൽ, അദാത്തു തശ്ബീഹ് അല്ലെങ്കിൽ വജ്ഹു ശബഹ ഒക്കെ കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തശ്ബീഹ് ബലീഗ് എന്നാണ് പറയുക. നമ്മുടെ ഈ ഉദാഹരണം തശ്ബീഹ് ബലീഗിന്റെ ഉദാഹരണമാണ്. അന്ത ജന്നത്തുൻ, താങ്കൾ ഒരു പൂന്തോപ്പാണ്. തശ്ബീഹ് ബലീഗാണ്, താങ്കൾ ഒരു സിംഹമാണ്. അന്ത അസദുൻ എന്നൊക്കെ പറയുന്ന പോലെ, സെയ്ദുൻ അസദുൻ എന്നൊക്കെ പറയുന്ന പോലെ അദാത്തു തശ്ബീഹും വജ്ഹു ശബഹും ഒക്കെ കളയപ്പെട്ട തശ്ബീഹ് ആയതുകൊണ്ട് തന്നെ തശ്ബീഹ് ബലീഗ് എന്നതാണ് ശരിയായ ഉത്തരം. മാ അന്ത ഇല്ലാ ജന്നത്തുൻ ഖല്ലാബത്തുൻ യഅ്വി തുഖാത്തുൻ മിൻ ഉലീരിളുവാനി. ഇവിടുത്തെ തശ്ബീഹ് അന്ത ജന്നത്തുൻ ഖല്ലാബത്തുൻ, താങ്കൾ ആകർഷണീയമായ ഒരു പൂന്തോപ്പാണ്. ജന്നത്തിന് പൂന്തോപ്പിനെ പോലെയാണ് എന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എന്ത് വിഷയത്തിൽ? ആളുകൾക്കെല്ലാം ഉപകാരം ചെയ്യുന്ന തണല് നൽകുന്ന വിഷയത്തിൽ. അതൊന്നും ശേഷം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വജ്ഹു ശബഹും അദാത്തും കളയപ്പെട്ടു. അത്തശ്ബീഹുൽ ബലീഗ്, അത്തശ്ബീഹു ലദീ ഹുദിഫ മിൻഹു വജ്ഹു ശബഹും അദാത്തു തശ്ബീഹും കളയപ്പെട്ടു. അർറജുലു അസദുൻ, സെയ്ദുൻ അസദുൻ, ഇതിനെയാണ് തശ്ബീഹ് ബലീഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഉദാഹരണം ആ ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തത് തശ്ബീഹ് ളിംനി എന്നായിരുന്നു ഓപ്ഷന്. തശ്ബീഹ് ളിംനി അല്ല. തശ്ബീഹ് ളിംനി എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പ്രകടമായിട്ട് തശ്ബീഹ് അവിടെ ഉണ്ടാവില്ല. ഇവിടെ പുറത്തേക്ക് പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്ത ജന്നത്തുൻ, താങ്കൾ പൂന്തോപ്പാണ് എന്നത്. അപ്പോൾ തശ്ബീഹ് ളിംനി അല്ല. ഇസ്തിആറത്തല്ല, കാരണം മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും പറയപ്പെട്ടതുകൊണ്ട് രണ്ടാലൊന്ന് കളയപ്പെട്ടെങ്കിൽ മാത്രമേ ഇസ്തിആറത്താകുമായിരുന്നുള്ളൂ. അടുത്ത ചോദ്യം, അനലാ ഉആകിസു ഫിൽ വിസാലി വ ഇയകുൻ ബുഅദുൽ ഫിറാഖി കഅന്നഹാ സഹ്റാഉ. ഒരു വരിയാണ്. അന ലാ ഉആകിസു ഫിൽ വിസാലി വ ഇയകുൻ ബുഅദുൽ ഫിറാഖി കഅന്നഹാ സഹ്റാഉ. ബഹ്റു ഹാദൽ ബൈത്ത്, ഈ വരി ഏത് ബഹ്റിലാണ് എന്നതാണ് ചോദ്യം. അറൂദിലെ ചോദ്യമാണ്. ഈ വരി ബഹ്റുൽ കാമിൽ, ബഹ്ർ കാമിലിൽപ്പെട്ടതാണ്. നമുക്ക് ഉത്തരം ഒന്നുകൂടെ പരിശോധിക്കാം. അന ലാ ഉആകിസു എന്നുള്ള വരി തൊവീല് ഫഊലുൻ മഫാഇലുൻ, ഫഊലുൻ മഫാഇലുൻ എന്നുള്ളതാണ്. വാഫിർ മുഫാഅലത്തുൻ, മുഫാഅലത്തുൻ ഫഊലു. കാമില് മുതഫാഇലുൻ, മുതഫാഇലുൻ, മുതഫാഇലുൻ. ബസീത്ത് മുസ്തഫ്ഇലുൻ, ഫാഇലുൻ, മുസ്തഫ്ഇലുൻ, ഫാഇലുൻ. അപ്പോൾ ശരിയായ ഉത്തരം കാമില് എന്നുള്ളതാണ്, ബാക്കിയുള്ളതല്ല. എന്തുകൊണ്ട്? കാമില് മുതഫാഇലുൻ, മുതഫാഇലുൻ, മുതഫാഇലുൻ. അന ലാ ഉആകിസു ഫിൽ വിസാലി വ ഇയകുൻ ബുഅദുൽ ഫിറാഖി കഅന്നഹാ സഹ്റാഉ. ഈ വരി എന്ന് നമുക്ക് തഖ്ദീർ ചെയ്തൊന്ന് പരിശോധിച്ച് നോക്കാം. വരി അന ലാ ഉആകിസു ഫിൽ വിസാലി വ ഇയകുൻ ബുഅദുൽ ഫിറാഖി കഅന്നഹാ സഹ്റാഉ. അന ലാ ഉആ മുതഫാഇലുൻ, മുതഫാഇലുൻ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കിസ ഫിൽ വിസാ മുതഫാഇലുൻ, 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 മുതഫാഇലുൻ. ഇനി ലി വ ഇയകുൻ മുതഫാഇലുൻ, മുതഫാഇലുൻ. അപ്പോൾ മുതഫാഇലുൻ, മുതഫാഇലുൻ, മുതഫാഇലുൻ എന്നുള്ളത് ശരിയായി വരുന്നുണ്ട്. ഇനി ബുഅദുൽ ഫിറാഖി കഅന്നഹാ സഹ്റാഉ. ബുഅദുൽ ഫിറാഖ് എന്നുള്ളതിൽ മുത്ഫാഇലുൻ, മുത്ഫാഇലുൻ, കഅന്നഹാ മുതഫാഇലുൻ, സഹ്റാഉ മഫ്ഊലുൻ. അപ്പോൾ മുതഫാഇലുൻ, 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 മഫ്ഊലു. അപ്പോൾ ബഹ്റുൽ കാമിലിൽ വരുന്ന ഒരു വരിയാണ് എന്ന്
തഖ്തിഅ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ശരിയായ ഉത്തരം ബഹ്ർ കാമിൽ എന്നുള്ളതാണ്. ബഹ്ർ തൊവീൽ വാഫിർ എന്നുള്ള ഈ രീതിയിൽ നമുക്കത് തഖ്തിഅ ചെയ്ത് ലഭിക്കാത്തത് കൊണ്ട് ഇതിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്നതും തഖ്തിഅ ചെയ്യുന്ന സമയത്ത് യോജിച്ചു വരുന്നതും മുത്തഫാഇലുൻ മുത്തഫാഇലുൻ മുത്തഫാഇൽ എന്നുള്ള വരികളായതുകൊണ്ടാണ് ബഹ്ർ കാമിൽ സെലക്ട് ചെയ്തത്. അൻവാഉൻ നസർ ഫി അസ്രി സദരിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ഉണ്ടായിരുന്ന നസർ ഏതൊക്കെയാണ്? ഗദ്യരൂപങ്ങൾ ഏതൊക്കെയായിരുന്നു? ഖത്വാബത്ത് ഉണ്ടായിരുന്നോ? അതെ. വസ്വായ വസിയത്ത് ഉണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത്. ഖിസ്സത്ത് കഥയില്ലായിരുന്നു. റസായിൽ കത്തെഴുത്തുകൾ ഉണ്ടായിരുന്നു. ഖത്വാബത്ത് പ്രഭാഷണം ഉണ്ടായിരുന്നു. വസ്വായ വസിയത്തുകളും ഉണ്ടായിരുന്നു. വസ്വായ ഉണ്ടായിരുന്നു. ഹിക്കായത്ത് പറഞ്ഞ വിവരണങ്ങൾ, കഥ പറച്ചിലുകൾ. അൽ ഖത്വാബത്ത് പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇവിടെയും ഹിക്കായത്തില്ല, ഖത്വാബത്തും റസായിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, റസായിൽ ഖത്വാബത്ത് വസ്വായ എന്നത്. അല്ലഫൽ കിതാബ് ഹദീഖത്തുൻ നബി, ഹദീഖത്തുൻ നബി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഹദീഖത്തുൻ നബി എന്ന ഗ്രന്ഥം ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെതാണ്. ജുബ്രാന്റെ ഗ്രന്ഥമാണ് കിതാബുൻ നബി എന്നത്. അന്നബി ദ പ്രൊഫറ്റ് എന്ന നോവല് ഒരു ഫിലോസഫിക്കൽ ഗ്രന്ഥമാണ് അന്നബി എന്നത്. അതും ജിബ്രാന്റെ തന്നെയാണ്. ഹദീഖത്തുൻ നബി എന്നുള്ളതും ജിബ്രാന്റെ തന്നെയാണ്. അന്നബി എന്നുള്ളത് ജിബ്രാൻ ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകമായിരുന്നു. അടുത്ത ചോദ്യം, ബഅ്ദുൽ ആദാത്തിൽ ഗദാഇയ്യതി തുബീദു സിഹത, മഅന തുബീദു എന്നതിന്റെ അർത്ഥമാണ് നമ്മോട് ചോദിക്കുന്നത്. ബഅ്ദുൽ ആദാത്തിൽ ഗദാഇയ്യ, ചില ഭക്ഷണശീലങ്ങൾ തുബീദു സിഹത, ആരോഗ്യത്തെ നശിപ്പിക്കും. തുബീദു എന്നത് നശിപ്പിക്കും എന്നുള്ള അർത്ഥം. അഹ്ലക യുഹ്ലിക്കു എന്നതാണ് അബാദ യുബീദു. തുഹ്ലിക്കു എന്നതാണ് ശരിയായ ഉത്തരം. തുഖവ്വി ശക്തിപ്പെടുത്തും അല്ല, തുളഇഫു ബലഹീനമാക്കും, തളഉഫു ബലഹീനമാകും. ശരിയായ ഉത്തരം തുഹ്ലിക്കു എന്നതാണ്. അബാദ യുബീദു അഹ്ലക ദമ്മറ ഡിസ്ട്രോയ് എന്നുള്ള ഒരു അർത്ഥമാണ് നൽകപ്പെടുന്നത്. ഫമനിത്തഖ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം, ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് പേടിക്കേണ്ടതൊന്നുമില്ല. അൽ ഫിഅലു ഇത്തഖ എന്ന ഫിഅല് ഏത് വസിനിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഏത് ബാബിലാണ് വരുന്നത്? ഇത്തഖ, ഇഫ്അല, ഇഫ്തഅല, ഫഅലല, ഇത്തഫഅല, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് ഇത്തഖ എന്നുള്ളത് വന്നിട്ടുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഇഫ്തഅല എന്നതാണ്. ഇഫ്തഅല എന്ന വസ്നിലാണ്. എന്തുകൊണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത്തഖ എന്നത് വഖ എന്ന സുലാസിയായ ഫീൽ മറിഞ്ഞു എന്നാണ്. ഉദാഹരണം പറയാം, ജമഅ ഒരുമിച്ച് കൂട്ടുക എന്നാണ് ജമഅ. ഈ ജമഅയിൽ നിന്നുണ്ടാകുന്നതാണ് ഇജ്തമഅ എന്നത്. ഇജ്തിമാ അസംബ്ലിക്കൊക്കെ നമ്മൾ പറയുമല്ലോ, ജമഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക, ഇജ്തമഅ ഒരുമിച്ച് കൂടുക, അസംബിൾ. അപ്പൊ ഇജ്തമഅ എന്നത് ജമഅയിൽ നിന്ന് വന്ന പോലെ അറബിയിലുള്ള വഖ എന്ന പദം, വഖ സൂക്ഷിക്കുക, വഖ, ഈ വഖയിൽ നിന്ന് ഇഫ്തഅല ഈ വന്ന് ആ വസ്നിലേക്ക് ഉണ്ടാക്കിയതാണ് ഇത്തഖ എന്നുള്ളത്. അപ്പോൾ വഖ എന്നതിനെ ഇഫ്തഅല എന്ന വസ്നിലേക്ക് ആക്കുന്ന സമയത്ത് ഇവ്തഖ എന്നാണ് വരുന്നത്. അല വസ്നി ഇഫ്തഅല, വഖയിൽ നിന്നും ഇഫ്തഅല വസ്നിലെടുത്തു, ഫഅസ്ലുഹ ഇവ്തഖ എന്നാണ് വരുന്നത്. ഇവ്തഖ എന്ന് വന്നതിന് ശേഷം ഈ വാവിനെ മറിച്ച് താ ആക്കി. ഉബ്ദിലത്തിൽ വാവു താഅൻ, ഇവ്തഖയിലെ വാവ് താ ആക്കി മറിച്ചു. എന്തിനു വേണ്ടിയാണ്? ലി മുനാസബത്തി താഇൽ ഇഫ്തിയാൽ, ഈ താഇനോട് യോജിച്ചു വരാൻ, എന്നാ പറയാൻ ഒരു സുഖാണ്. ഇത്തഖ എന്ന് പറഞ്ഞാൽ ഇവ്തഖ എന്ന് പറയുന്ന പ്രയാസം ഒഴിവാക്കാൻ. ഫതുസ്ബിഹു ഇത്തഖ, ഇത്തഖ എന്നായി. ഇവ്തഖ എന്നത് താ ആയി മാറി, വാവ് താ ആയി മാറി, ഇത്തഖ എന്നായി. ഇത്തഖ ഇനി ഇദ്ഗാം ചെയ്തു. ഉദ്ഗിമത്തി താഉൽ ഊല ഫി ഫാഇ ഇഫ്തഅല, ഇവ രണ്ടും ഇദ്ഗാം ചെയ്യപ്പെട്ടു, അങ്ങനെ ഇത്തഖ എന്നായി മാറി. ഇതാണ് അസ്ല്. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഇത്തഖ എന്നതിന്റെ അസ്ല് ഏതാണ്? ഏത് ബാബിലാണ്, ഏത് വസ്നിലാണ്? ഇഫ്തഅല എന്നതാണ് അതിന്റെ വസ്ന്. അടുത്ത ചോദ്യം, അത്താലിബ് യജ്തഹിദു ഫി മുദക്കിറാത്തിഹി, വിദ്യാർത്ഥി തൻ്റെ ഡയറിയിൽ നന്നായി പരിശ്രമിക്കുന്നുണ്ട്, നല്ല കുറിപ്പുകളൊക്കെ എഴുതുന്നുണ്ട്. ഹാദിഹിൽ ജുംല, ഈ സെന്റൻസ് ഏത് ടൈപ്പാണ്? ജുംല ഇസ്മിയയാണോ ഫിഅലിയയാണോ എന്നിങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യം കിടക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷന് ഫിഅലിയത്തുൻ, ജുംല ഫിഅലിയയാണ്.
ഫാഇലുഹ ഇസ്മുൻ മുഫ്രദുൻ മുദക്കറുൻ. അതിന്റെ ഫായിലായി വന്നിട്ടുള്ളത് ഒരു ഇസ്മ മുഫ്രദ് മുദക്കറാണ്. അടുത്ത ഓപ്ഷൻ ജുംല ഇസ്മിയയാണ്. ഖബറുഹ അതിന്റെ ഖബറായി വന്നിട്ടുള്ളത് ഇസ്മുൻ മുഫ്രദുൻ മുദക്കറുൻ. അടുത്തത് ഫിഅലിയയാണ്. ഫാഇലുഹ സിഫത്ത് മുദക്കരിൻ, ഒരു മുദക്കറിന്റെ സിഫത്താണ് അതിന്റെ ഫായിലായി വന്നിട്ടുള്ളത്. ഇസ്മിയയാണ്. ഖബറുഹ ജുംലത്തുൻ ഫിഅലിയത്തുൻ. ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ഇസ്മിയയാണോ ഫിഅലിയയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് വേർതിരിക്കാൻ നമ്മൾ ക്ലാസ്സിനകത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗം ആ സെന്റൻസിന്റെ ആദ്യത്തെ പദം ഏതാണെന്ന് നോക്കുക. സെന്റൻസിന്റെ ആദ്യത്തെ പദം ഫിഅലാണെങ്കിൽ അത് ജുംല ഫിഅലിയ, ഫിഅൽ അല്ലെങ്കിൽ അത് ജുംല ഇസ്മിയ. ഇവിടെ അത്വാലിബു എന്ന ഒരു ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത്, അപ്പോൾ അത് ജുംല ഇസ്മിയയാണ്. അത്വാലിബു എന്നത് ജുംല ഒരു ഇസ്മാണ്. ആ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ആയതുകൊണ്ട് ഈ സെന്റൻസ് ജുംല ഇസ്മിയയാണ്. അപ്പോൾ ഈ ഓപ്ഷന് നമുക്കിത് വെട്ടാം, ഈ ഒരു ഓപ്ഷനും വെട്ടാം. ജുംല ഇസ്മിയയാണ്. ജുംല ഇസ്മിയായിട്ട് ഇനി അതിന്റെ ഖബർ എന്താണ് വരുന്നത്? അത്വാലിബ് എന്നത് മുബ്തദ. ഇനി അതിന്റെ ഖബറായിട്ട് വരുന്നത് വിദ്യാർത്ഥി. വിദ്യാർത്ഥി എന്താണ് ചെയ്യുന്നത്? വിദ്യാർത്ഥി യജ്തഹിദു ഫി മുദക്കിറാത്തിഹി, തന്റെ ഡയറിയിൽ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഈ യജ്തഹിദു ഫി മുദക്കിറാത്തിഹി എന്നതാണ് ഇവിടുത്തെ ഖബറായി വരുന്നത്. ഈ ഖബർ ഒരു ജുംലയാണ്. യജ്തഹിദു ഫി മുദക്കിറാത്തിഹി എന്നുള്ളത് ഒരു ജുംലയാണ്, ജുംല ഫിഅലിയയാണ്. ഇസ്മിയത്തുൻ ജുംല ഇസ്മിയയാണ്. ഖബറുഹ ഈ ജുംലയുടെ ഖബറായി വന്നിട്ടുള്ളത് ജുംലത്തുൻ ഫിഅലിയത്തുൻ, ഒരു ജുംല ഫിഅലിയയാണ് ഖബറായി വന്നിട്ടുള്ളത്. അപ്പോൾ യജ്തഹിദു ഫി മുദക്കിറാത്തിഹി എന്നത് ഒരു ജുംല ഫിഅലിയയാണ്. ഈ ജുംല ഫിഅലിയയാണ് മൊത്തത്തിൽ ഈ സെന്റൻസിനകത്ത് ഖബറായി വന്നിട്ടുള്ളത് എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി. അത്താലിബ് യജ്തഹിദു ഫി മുദക്കിറാത്തിഹി ഇസ്മിയയാണ്. ഖബറുഹ ജുംലത്തുൻ ഫിഅലിയത്തുൻ. ജുംലത്തുൻ ഇസ്മിയയാണ് എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം ലിഅന്നഹ തബ്തദിഉ ബിസ്മിൻ, ഒരു ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത്. വഹുവ ത്വാലിബ്, ത്വാലിബ് എന്നത്. ഖബറുഹ ഇതിന്റെ ഖബറായി വന്നിട്ടുള്ളത് യജ്തഹിദു ഫി മുദക്കിറാത്തിഹി എന്ന ജുംല ഫിഅലിയയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്മിയത്തുൻ ഖബറുഹ ജുംലത്തുൻ ഫിഅലിയത്തുൻ എന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്തത്. കിതാബ് നുസ്ഹത്തുൽ ഖവാത്തിർ. നുസ്ഹത്തുൽ ഖവാത്തിർ എന്നുള്ള ഇന്ത്യൻ അറബ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഇത് ആര് എഴുതിയതാണെന്നാണ് ചോദ്യം. സൈനുദ്ദീൻ മഖ്ദൂം അല്ല, അബുൽ ഹസൻ അലി നദ്വി അല്ല, അല്ലാമ ഷിബ്ലി നുഅ്മാനി അല്ല, അബ്ദുൽ ഹൈ അൽ ഹസനി. അബുൽ ഹസൻ നദ്വിയുടെ പിതാവാണ് അബ്ദുൽ ഹൈ അൽ ഹസനി. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് നുസ്ഹത്തുൽ ഖവാത്തിർ എന്നുള്ളത്. അടുത്തത് അൽ കലിമത്തുൽ മക്തൂബ ഖതഉൻ ഫിൽ ജുംല. ഈ സെന്റൻസിൽ എഴുതിയിട്ടുള്ള ഒരു പദം തെറ്റാണ്. സഅൽതു സുആലൻ ലിൽ മസ്ഊലി അനിർ റഈസി. സഅൽതു ഞാൻ ചോദിച്ചു, സുആലൻ ഒരു ചോദ്യം ചോദിച്ചു, ലിൽ മസ്ഊലി ഉത്തരവാദിത്വമുള്ള ആളോട് ഞാൻ ചോദിച്ചു, അനിർ റഈസി പ്രസിഡന്റിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ സെന്റൻസ്. ഇതിലെ പദങ്ങൾ സഅൽതു, സുആലൻ, മസ്ഊല്, റഈസ്, എല്ലാത്തിലും ഹംസ ഉണ്ടല്ലോ. സഅല, സുആല്, മസ്ഊല്, റഈസ്. ഈ 4 ഓപ്ഷനുകളിൽ ഒന്ന് തെറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എഴുത്തിൽ ഒരു തെറ്റുണ്ട്. ആ തെറ്റ് ഏതാണെന്നുള്ളത് പരിശോധിക്കാനാണ് നമ്മുടെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഹംസ എഴുതുന്ന സമയത്തുള്ള ഒരു നിയമമാണ്, ഹംസയുടെ മുകളിൽ വമ്മാണ് എങ്കിൽ വാവിന്റെ മുകളിലായിട്ടാണ് എഴുതേണ്ടത്. ഇങ്ങനെയാണ് ഹംസ എഴുതേണ്ടത്. ഹംസക്ക് വമ്മാണ് അല്ലെങ്കിൽ ഹംസയുടെ മുമ്പ് വമ്മാണെങ്കിലേക്ക്. ഇനി യാഇന്റെ മുകളിൽ ഹംസ എഴുതും, ആ ഹംസക്ക് കെസ്റാണ് അല്ലെങ്കിൽ അതിന്റെ മുന്നേ കെസ്റാണെങ്കിൽ. ഇതല്ലാത്ത സാഹചര്യത്തിൽ ഹംസ എഴുതേണ്ടത്, ഹംസക്ക് ഫത്ഹ ആണെങ്കിൽ ഒക്കെ ഹംസ അലിഫിന്റെ മുകളിലാണ് എഴുതേണ്ടത്. ഹംസക്ക് ഫത്ഹ ആണ് അതിന്റെ മുമ്പിൽ ഫത്ഹ ആകുന്ന സാഹചര്യങ്ങളിലൊക്കെ. അപ്പൊ നമുക്ക് സുആലൻ, സുആലൻ എന്നുള്ളത് ശരിയാണ്. കാരണം ഹംസ ഈ വാവിന്റെ മുകളിലാണ് എഴുതേണ്ടത്. കാരണം അതിന് തൊട്ട് മുമ്പ് ലൊമ്മാണ് വന്നിട്ടുള്ളത്. ലൊമ്മിന്റെ ശേഷം വന്നതുകൊണ്ട് സുആലൻ അവിടെ എഴുതേണ്ടത് വാവിന്റെ മുകളിലുള്ള ഹംസ ആയിട്ട് തന്നെയാണ്. മസ്ഊല് ഇവിടെ ഹംസക്ക് ലൊമ്മാണ്, അപ്പൊ ഇവിടെയും എഴുതേണ്ടത് വാവിന്റെ മുകളിലായിട്ട് തന്നെ. റഈസ്, റഈസ് എന്നുള്ളത് ഹംസക്ക് കസ്റാണ്, അപ്പോൾ ഹംസ യാഇന്റെ മുകളിലുള്ള ഈ ടൈപ്പ് ഹംസയാണ് എഴുതേണ്ടത്. സഅൽതു എന്നത് എഴുതേണ്ടത് സഅൽതു, ഇങ്ങനെയാണ് സഅൽതു എന്ന് എഴുതേണ്ടിയിരുന്നത്. അലിഫിന്റെ മുകളിലുള്ള ഹംസ ആയിട്ടാണ് എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് സഅൽതു എന്നതാണ്. ഇതാണ് നമ്മുടെ ശരിയായ ഉത്തരം. സുആല് ശരിയാണ്, മസ്ഊല് ശരിയാണ്, റഈസ് എന്നുള്ളതിൽ എഴുത്തിലൊക്കെ ശരിയാണ്. ഇനി ഹദീസിലുള്ള ഒരു ആപ്തവാക്യമാണ് ഇത്തഖി ദഅവത ഡാഷ് ഫഇൻ ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. നീ ആക്രമിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥന പ്രത്യേകം സൂക്ഷിക്കണം.
നീ മുഖേന ആരെങ്കിലും ആക്രമിക്കപ്പെട്ടു, അവർ നിനക്ക് എതിരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യും. കാരണം ലൈസ ബൈനഹു ബൈന അല്ലാഹി ഹിജാബ്, പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറ്റു മറകളില്ല. അവരുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണനയുണ്ട് എന്നതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പൊ ഇത്തഖി ദഅവത്തൽ മദ്ലൂം എന്നതാണ് ആ ആപ്തവാക്യമാണ്. അത് ഹദീസിൽ വന്ന ഒരു വചനമാണ്. അത് ഇങ്ങനെ അറബിയിൽ പൊതുവെ പ്രയോഗിക്കപ്പെടുന്ന ഒരു ചൊല്ലുകൂടിയാണ്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, പീഡിപ്പിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥനയെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. ദഅവത്തൽ മുജീബ് എന്നല്ല, മഅറൂഫ് എന്നല്ല, മുത്തഖി എന്നല്ല, മദ്ലൂം. ഇത്തഖി ദഅവത്തൽ മദ്ലൂം. അടുത്ത ചോദ്യം, കവിയത്തിൻ നഷാത്താത്തുൽ അദബിയ, സാഹിത്യ ചലനങ്ങൾ, വൽ ഫിക്രിയ, ഭൗതികമായ ചലനങ്ങളൊക്കെ ഫിൽ അസ്രിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിൽ പച്ചപിടിക്കാനുള്ള കാരണം, ശക്തിപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇംതിസാജുൽ ഹവാറാത്ത് വത്തഖാഫാത്ത് അൽ മുതനവ്വിഅ, വൈവിധ്യമായ സംസ്കാരങ്ങളും നാഗരികതയൊക്കെ കൂടിച്ചേർന്നു ബിത്തുറാത്തിൽ അറബി പാരമ്പര്യത്തോടു കൂടെ. അപ്പോൾ അറബിയിലേക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങൾ ലയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. അടുത്ത നോക്കാം. അത്തഹസുബ് സിയാസി, രാഷ്ട്രീയ പാർട്ടികളും തനാഫുസ് ബൈനുൽ അഹ്സാബ്, അവർക്കിടയിലുള്ള മത്സര്യവുമായിരുന്നു കാരണം. അല്ല, കാരണം അബ്ബാസി കാലഘട്ടത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, ഭരണമായിരുന്നു ഖിലാഫത്ത്. അൽ ഇൽത്തറാബാത്തു ദാഖിലിയ, ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു. വത്തനാഫുർ ബൈനുൽ ഖബായിൽ, ഗോത്രങ്ങൾക്കിടയിലുള്ള കലാപങ്ങളും. ജമിഉ മാ ദുക്ര, ഇതൊക്കെയാണ് കാരണം. അല്ല, ശരിയായ ഉത്തരം ഇംതിസാജുൽ ഹളാറാത്ത് വത്തഖാഫാത്തിൽ മുതനവ്വിഅ ബിത്തുറാസിൽ അറബ്. ലിസാനി ഇസ്വാരിമുൽ ലാ ഐബ ഫീഹി വബഹരി ഇലാ തുകദ്ദിറുഹു ദിലാഉ, ഈ വരി ആരുടേതാണ് എന്നതാണ്. ലിസാനി, എൻ്റെ നാവ്, സ്വാരിമുൻ, മൂർച്ചയുള്ളതാണ്, ലാ ഐബ ഫീഹി, അതിന് കോട്ടം ന്യൂനതയൊന്നുമില്ല. ബഹരി, എൻ്റെ ബഹർ അല്ലെങ്കിൽ എൻ്റെ സമുദ്രം, ലാ തുകദ്ദിറുഹു ദിലാഉ, നിങ്ങൾ ബക്കറ്റ് ഇട്ടിട്ട് കലക്കാൻ കഴിയുന്നതല്ല എൻ്റെ സമുദ്രം. ബഹർ എന്നുള്ളതുകൊണ്ട് എൻ്റെ വരികൾ എന്നുള്ള അർത്ഥമുണ്ട്. ഇൽമുൽ അറൂദിലെ ബഹർ, എൻ്റെ കവിത, എൻ്റെ വരികൾ നിങ്ങളുടെ ബക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ സംസാരങ്ങൾ കൊണ്ട് എൻ്റെ വരികളെ നിങ്ങൾക്ക് അപകീർത്തിപ്പെടുത്താൻ കഴിയുകയില്ല. സാഹിബ് ഹാദൽ ബൈത്ത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ്. നബിയെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ സംസാരിച്ച വാക്കുകളാണ് ഇത്. ഈ വരികൾ ഖാല ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞത് യറുദ്ദു അല അബി സുഫിയാൻ ബിൻ ഹർബ്, അബൂ സുഫിയാൻ ബിൻ ഹാരിസ്, അബൂ സുഫിയാന് മറുപടിയാണ്. അബൂ സുഫിയാന് ശത്രുപക്ഷത്തായിരുന്ന സമയത്ത്, ആദ്യം ശത്രുപക്ഷത്തായിരുന്നല്ലോ, ഫി ഹിജാഇഹി ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സുഫിയാൻ നബിയെ ആക്ഷേപിച്ച സമയത്ത്. വഹുവ ബിനു അമ്മി റസൂലില്ല, അബൂ സുഫിയാൻ നബിയുടെ പിതൃ സഹോദരനാണ്, പിതൃവിൻ്റെ മകനായിരുന്നു. കാന കാഫിറൻ സുമ്മ അസ്ലമ, അദ്ദേഹം മുസ്ലിം ആയിരുന്നു, ശത്രുപക്ഷത്തായിരുന്നു പ്രവാചകന്റെ ആദ്യ കാലഘട്ടത്തിൽ. സുമ്മ അസ്ലമ, പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ച്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് മറുപടി നൽകിക്കൊണ്ട്, അബൂ സുഫിയാന് മറുപടി നൽകിയിട്ട് ഹസ്സാൻ ബിൻ സാബിത്ത് പാടിയ വരികളാണിത്. ഫമൻ യഹ്ജു റസൂൽ അല്ലാഹി മിൻകും, നിങ്ങളിൽ നിന്ന് പ്രവാചകനെ ആരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ, വയംദഹുഹു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇനി പ്രകീർത്തിക്കുകയാണെങ്കിലും, വയൻസുറുഹു സവാഉ, നിങ്ങൾ സഹായിക്കുന്നതും പ്രവാചകൻ ആക്ഷേപിക്കുന്നതൊക്കെ തുല്യമാണ്. ഫഇന്ന അബീ വ വാലിദഹു വഇർളി, ഞാനും എൻ്റെ പിതാവും എൻ്റെ അഭിമാനമൊക്കെ ലിഇർളി മുഹമ്മദി മിൻകും വിഖാഉ, മുഹമ്മദ് നബിയുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങിത്തിരിച്ചതാണ്. ഞാനും എൻ്റെ പിതാവും എൻ്റെ അഭിമാനമൊക്കെ അതിനു വേണ്ടിയിട്ട് ഞാൻ തീരെഴുതി വെച്ചതാണ്. ലിസാനി സ്വാരിമുൻ, എൻ്റെ നാവ് മൂർച്ചയുള്ളതാണ്, അതിന് യാതൊരുവിധ കോട്ടവും ഇല്ല എന്ന് പറയുന്നു. ഇനി നിങ്ങൾ നബിയെ ആക്ഷേപിക്കുകയോ നിങ്ങൾ നബിയെക്കുറിച്ച് നല്ലത് പറയുകയോ ചെയ്താലും അത് നബിയെ ബാധിക്കുകയില്ല, നബിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ സജ്ജരാണ് എന്ന് പറയുന്ന വരികളാണ് ഇത്. അപ്പോൾ ഈ ഹസ്സാൻ ബിൻ സാബിത്തുള്ളാഹിന്റെ ഈ വരിയാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, സാഹമത്തി തിബാഅത്തു, പ്രിന്റിംഗ് സഹായിച്ചു ഫി നെഹ്ലത്തിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിന്റെ ഉണർച്ചയിൽ സഹായിച്ചു, അറബി സാഹിത്യത്തിന് പുരോഗതി ഉണ്ടാകുന്നതിൽ സഹായിച്ചത് ഏത് തരത്തിലാണ്? ഹൈസു സഅദത്ത്, പ്രിന്റിംഗ് സഹായിച്ചു അല ഇഹ്യാഇ തുറാസിൽ അറബി അൽ ഖദീം, അറബിയിലെ പഴയ ക്ലാസിക്കൽ സാഹിത്യങ്ങളെയൊക്കെ പുനർജീവിപ്പിക്കാൻ അത് സഹായകമായി. ശരിയാണ്. അപ്പോൾ ആ സമയത്ത് ധാരാളം പഴയ പുസ്തകങ്ങൾ, അബ്ബാസി കാലഘട്ടത്തിലെ പുസ്തകങ്ങളൊക്കെ രണ്ടാമത് റീപബ്ലിഷ് ചെയ്യുകയും അതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുകയൊക്കെ പറ്റി.
അഖാമത്ത് മൻഹജ ദിറാസാത്തിൽ അദബിയ, സാഹിത്യ പഠന ശൈലികൾ അത് ഉണ്ടാക്കി. അല ഉസുസിൻ അൽമിയ, സാഹിത്യ രീതിയിൽ. ഉസുസിൻ അൽമിയ സാഹിത്യമല്ല, സയന്റിഫിക് റിസർച്ചുകളും സയന്റിഫിക് പഠനങ്ങൾക്കൊക്കെ അത് വഴി തെളിയിച്ചു പ്രിന്റിംഗ് മീഡിയ. അങ്ങനെ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നബദത്തി സുനഅത്തുൽ മുതകല്ലിഫ വത്തഖ്ലീദ് അൽ അമീഖ്, അന്ധമായ അനുകരണവും പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചെറിയ സുനഅത്ത് കൈക്രിയകളൊക്കെ സാഹിത്യകാരന്മാരുടെ ഇതിനെ തള്ളിപ്പറഞ്ഞു. അതും പ്രിന്റിംഗ് മീഡിയയുടെ ഒരു ഗുണമായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല. നശത്തത്തെ ഹർക്കത്തു തർജമ, തർജമ എന്ന ഈ ഒരു മൂവ്മെന്റ്, ട്രാൻസ്ലേഷൻ മൂവ്മെന്റുകൾ കൂടുതൽ വന്നു. അതും പ്രിന്റിങ്ങിന്റെ ഒരു ഗുണമായിട്ടല്ല. പ്രിന്റിങ്ങിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്നുള്ളത് ഇഹ്യാ തുറാത്തിൽ അറബി അൽ ഖദീം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അദബുൽ മഹ്ജർ പലായന സാഹിത്യത്തില് അദബുൻ അൻഷഅഹു അഹ്ലു ബിലാദി ഷാം, ഷാമിലെ ആളുകളാണ് അതിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. ഷാമിൽ നിന്നും അമേരിക്കയിലേക്ക് പോയിട്ടുള്ള ആളുകൾ, അവരാണ് ഇതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. ഈ ഷാമിലെ പ്രധാനപ്പെട്ട, ഷാം എന്ന് പറയുന്ന കുറെ രാജ്യങ്ങളുണ്ട്, ഫലസ്തീൻ, പിന്നെ സിറിയ, ലബ്നാൻ, ഇതൊക്കെ അടങ്ങുന്ന ഒരു വിശാലമായ ഒരു പ്രവിശ്യൊക്കെ പറയുന്നതാണ് ഷാം എന്നുള്ളത്. അപ്പൊ ഈ ഷാമിൽ തന്നെ കൂടുതലും ആരായിരുന്നു? അസ്സൂരിയൂന മിൻഹും, സിറിയക്കാരായിരുന്നു. അൽ ലബ്നാനിയൂൻ, ഇതിലെ മുൻപന്തിയിലുണ്ടായിരുന്ന ലബ്നാനിലായിരുന്നു. അൽ അംരീക്കിയൂന മിൻഹും അൽ ഔറുബിയീന മിൻഹും. ഏതാണ് ശരിയായ ഉത്തരം? അൽ ലബ്നാനിയൂൻ എന്നതാണ് ശരിയായ ഉത്തരം. കാരണം ലബ്നാനുകാരായിരുന്നു പലായന സാഹിത്യത്തിൽ പ്രധാന ആയ ആളുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം. അദബുൽ മഹ്ജർ ലബനാനുകാരായിരുന്നു പ്രധാനപ്പെട്ട ആളുകൾ. ജിബ്രാൻ, മിഖായിൽ നഈമ, റഷീദ് അയ്യൂബ്, ശുക്രുൽ അൽജർ, ഇല്യ അബുമാലി, അമീനുർ റൈഹാനി, മിഷേൽ മാലൂഫ്, റഷീദുൽ ഖൂരി, ഇവരൊക്കെ ലബ്നാനുകാരാണ്. ഇവരൊക്കെ ആയിരുന്നു അദബുൽ മഹ്ജറിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചോദ്യം അദബുൽ മഹ്ജർ അദബുൻ അൻഷഅഹു അഹ്ലു ബിലാദി ഷാം ഖാസത്തൻ അൽ ലബ്നാനിയൂന മിൻഹും. അടുത്ത ചോദ്യം അൽ മുവശഹാത്ത് എന്ന പ്രത്യേക ടൈപ്പ് ഓഫ് പോയംസ്, കവിതകൾ. ഫന്നുൻ ഷുഅരിയുൻ, കവിത ശാഖയാണ്. യന്തമി ഇല, അത് ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് സാഹിത്യത്തിലാണ് അത് പ്രധാനമായും വരുന്നത്? അദബുൽ അബ്ബാസിയിലല്ല, അദബുൽ അന്ദുലുസി, സ്പെയിൻ ലിറ്ററേച്ചറിൽ വരുന്നതാണ്. അദബുൽ മഹ്ജറിലുമല്ല, മൗമവി. അപ്പൊ മുവശഹാത്ത്, നശഅത്തുൽ മുവശഹാത്ത് ഫിൽ അന്ദുലുസ്, സ്പെയിനിലാണ് മുവശഹാത്ത് രൂപം കൊള്ളുന്നത്. അവാഖിർ അൽ ഖർനി സാലിസ് അൽ ഹിജ്രി, പല പരീക്ഷകളിലും വരുന്നതാണ്. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സ്പെയിനിൽ വന്നിട്ടുണ്ടായിരുന്ന രൂപം കൊണ്ടിട്ടുള്ള ഒരു മേഖലയാണ് മുവശഹാത്ത് എന്നുള്ളത്. തുഅ്തബറുൽ മുവശഹാത്ത് നതീജത ഇഖ്തിലാത്തി സഖാഫ അൽ അറബിയ, അറബി സംസ്കാരവും പിന്നെ സ്പെയിനിന്റെ ആ ഒരു നാഗരികതയും കൂടി വന്ന സമയത്ത് പാട്ടിന്റെ ഈണത്തിലും പ്രത്യേക ഒരു ശൈലിയിലായിട്ടുള്ള കവിതകൾക്കാണ് മുവശഹാത്ത് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിലും ഭയഭക്തിക്കും വേണ്ടി പരസ്പരം സഹായിക്കണം. വലാ തആവനു അല ഡാഷ്, എന്തിനൊക്കെയാണ് നിങ്ങൾ പരസ്പരം സഹായിക്കരുത്? നന്മ ചെയ്യാനും പിന്നെ തഖ്വ ഭയഭക്തിയോടുകൂടെ ജീവിക്കാനും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടു കൂടെ മുന്നോട്ട് പോകണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മ ചെയ്യാനും പരസ്പരം ശത്രുത വെക്കാനും നിങ്ങൾ സഹായിക്കരുത്. അൽ ഇസ്മു വൽ ഉദ്വാൻ, അപ്പോ അൽ ഫുസൂഖ് വൽ ഉദ്വാൻ, അൽ ഫിസ്ഖ് വൽ ഫസാദ്, അൽ ഇസ്മു വൽ ഫുസൂഖ് എന്നുള്ളതൊക്കെ തെറ്റാണ്. അത് ഖുർആനിന്റെ ഒരു ആയത്താണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അത് ഒരു അറബിയിലെ ഒരു പ്രമുഖ ഒരു ചൊല്ലിനെ പോലെ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഒരു സദസ്സിലൊക്കെ പ്രഭാഷണങ്ങളിലൊക്കെ കൂടുതൽ കടന്നു വരുന്ന ഒരു വാചകം കൂടിയാണ് ഒരു സമൂഹത്തോട് പറയുന്ന സമയത്ത്. അൽ അഫ്ആലുൽ ഖംസ, അടുത്ത ചോദ്യം. അഫ്ആലുൽ ഖംസ എന്ന പ്രത്യേക ഒരു വിഭാഗം 5 ഫെയിലുകളുണ്ട്. അഫ്ആലുൽ ഖംസ, ഈ അഫ്ആലുൽ ഖംസ അഫ്ആലുൻ മാലിയായ ഫെയിലുകളാണോ? അല്ല, അഫ്ആലുൻ മുലാരിയായ ഫെയിലുകളിലുള്ള ഒരു 5 എണ്ണത്തിനെയാണ് നമ്മൾ അഫ്ആൽ ഖംസ എന്ന് വിളിക്കുന്നത്. അഫ്ആലുൽ അംറു അല്ല, ജമീഉ അനാവ് അഫ്ആലും അല്ല. അഫ്ആലുൽ ഖംസ എന്ന് വിളിക്കുന്നത് അൽ ഫിഅലുൽ മുലാരി, ഫിഅലു മുലാരിയാണ്. അല്ലദി ഇത്തസലത് ബിഹി, ഫിഅലു മുലാരിനോട് ചേർന്ന് വന്നാൽ ഒന്നുകിൽ അലിഫുൽ ഇസ്നൈനി, വാവുൽ ജമാഅ, യാഉൽ മുഖാത്തബ, ഈ 3 എണ്ണത്തിലെ ഏതെങ്കിലും ഒന്ന് ഫിഅലു മുലാരിനോട് ചേർന്ന് വരുമ്പോഴാണ് ഫിഅലു മുലാരിയെ അഫ്ആലുൽ ഖംസ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാലിയായ ഫിഅലുകളുടെ കൂട്ടത്തിൽ അഫ്ആൽ ഖംസ ഇല്ല. അഫ്ആലുൽ ഖംസയുടെ കൂട്ടത്തിൽ അംറായ ഒന്നുമില്ല.
മുലാരിയിൽ പെട്ടതുപോലെ മാത്രമേ അഫ്അൽ ഖംസയിലുള്ളൂ. മുലാരിയിലെ തന്നെ എല്ലാ മുലാരിയും അഫ്അൽ ഖംസയല്ല. മുലാരിന്റെ അവസാനത്തിൽ അലിഫുൽ ഇസ്നൈനിയോ വാവുൽ ജമാഅത്തോ യാ ഉൽ മുഖാത്തബത്തോ ചേർന്ന് വന്നെങ്കിൽ മാത്രം. യഫ്അലാനി തഫ്അലാനി യഫ്അലൂന തഫ്അലൂന തഫ്അലീന, ഈ 5 എണ്ണം 1 2 3 4 5 ഈ 5 എണ്ണമാണ് അഫ്അലുൽ ഖംസ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ വചനമാണ്. ഇതും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വചനം. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീലിൻ, നീ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് കഅന്നക ഗരീബുൻ, ഒരു അപരിചിതനെ പോലെ ജീവിക്കണം. അപരിചിതൻ മറ്റൊരു നാട്ടിൽ പോയിട്ട് പരിചയമില്ലാത്ത ഒരാൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ഒരു ജീവിത ലാളിത്യത്തോടു കൂടിയായിരിക്കണം നീ ജീവിക്കേണ്ടത്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. നമ്മുടെ ഇതൊരു ജീവിതമാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വഴിയിൽ നമ്മൾ കുറച്ചു നേരത്തേക്ക് തങ്ങുന്നു. ആ തങ്ങുന്ന ഇടത്ത് വലിയ ആഡംബരങ്ങൾ ആയിട്ട് ജീവിച്ച് സമയം തീർക്കരുത്. ഔ ആബിറു സബീൽ എന്നുള്ള. അപ്പോൾ ആബിറു സബീൽ എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, ഏത് സമയത്തും മരണത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വേളകളിലൊക്കെ പറയപ്പെടുന്ന ഒരു വാക്കാണ് കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഇഅ്റാബ് കലിമത്ത് ഹൗൽ ഫി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ വചനത്തിൽ ലാ ഹൗല ശക്തിയില്ല, വലാ ഖുവത ശക്തിയില്ല, രണ്ടും ശക്തി തന്നെ. തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രേരണയില്ല, വലാ ഖുവത നന്മ ചെയ്യാനുള്ള ശക്തിയുമില്ല, ഇല്ലാ ബില്ല പടച്ചോനെ കൊണ്ടല്ലാതെ എന്നുള്ളതാണ്. ഈ ലാ ഹൗല എന്നുള്ള ഹൗലയുടെ ഇഅ്റാബ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ലാ എന്നുള്ളത് ലി നഫീൽ ജിൻസ്, ജിൻസിനെ നിഷേധിക്കാൻ, ഒരു ശക്തിയുമില്ല എന്നുള്ള അർത്ഥമാണ്. ലാ ഹൗല, ഒരു ശക്തിയുമില്ല. അപ്പോൾ ലല്ലത്തി ലി നഫീൽ ജിൻസിന്റെ തൊട്ട് ശേഷം വരുന്ന അതിന്റെ ഇസ്മ് മബ്നിയുൻ അലൽ ഫത്ഹി. ഈ ഹൗല എന്നുള്ളത് മബ്നിയുൻ അലൽ ഫത്ഹി, ഫത്ഹിന്റെ മേൽ മബ്നിയാണ്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ലന്നാഫിയത്തുൽ ജിൻസ് എന്നാണ് ഇതിന് പേര് പറയുന്നത്. ലന്നാഫിയത്തുൽ ജിൻസ്. ലാ റജുല ഫിദ്ദാർ, വീടിനകത്ത് ഒരാളുമില്ല. ലാ റജുല. അപ്പോൾ തഅമലു ലന്നാഫിയത്തുൽ ജിൻസ്, ഈ ലാ അമൽ ചെയ്യുന്നത് അമല ഇന്നയെ പോലെയാണ്. ഇസ്മ മബ്നിയുൻ അലൽ ഫത്ഹ്, ഫതൻസിബുൽ ഇസ്മ വതർഫഉൽ ഖബറ, ഇസ്മിന് നസ്ബ് നൽകുന്നു, വതർഫഉൽ ഖബറ, ഖബറിന് റഫ്ഉ നൽകുന്നു. ഈ ഇസ്മ മുഫ്രദായ ഒരു പദം റജുല എന്നുള്ള ഒരൊറ്റ സിംഗിൾ പദം, ലാ ഹൗല എന്നുള്ള സിംഗിൾ പദമാകുന്ന സമയത്ത് മബ്നിയുൻ അലൽ ഫത്ഹ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇന്ന സ്വിദ്ഖ യഹ്ദീ ഇലൽ ഡാഷ്, സത്യസന്ധത നന്മയിലേക്കാണ് നയിക്കുന്നത്. സത്യസന്ധത നിങ്ങൾക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ. ഇന്ന സ്വിദ്ഖ യഹ്ദീ ഇലൽ ബിർ, ബിർ എന്നതാണ് ശരിയായ ഉത്തരം. ഇന്ന സ്വിദ്ഖ യഹ്ദീ ഇലൽ ബിർ. അപ്പോൾ ഇതൊരു ഹദീസിലുള്ളതാണ്. സത്യം എപ്പോഴും പറയണം, സത്യം നന്മയിലേക്കാണ് വഴി നടത്തുന്നത്. ബാക്കിയുള്ള ഓപ്ഷന് നജാഹ്, ഫൗസ്, ജന്നത്ത്. പക്ഷെ ഇതിങ്ങനെ ഒരു വാക്യം, ഒരു ആപ്തവാക്യമായതുകൊണ്ട് അതിൽ ഉപയോഗിക്കപ്പെട്ടത് ബിർ എന്നുള്ളതാണ്. അത് തന്നെയാണ് പറയേണ്ടത്. കലിമത്തു ഖശിയത, ഖശിയത എന്ന പദം ഫിൽ ആയ വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, നിങ്ങൾ വധിക്കരുത് നിങ്ങളുടെ മക്കളെ ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്. പണ്ട് ജാഹിലി കാലഘട്ടത്തിൽ പെൺകുട്ടികളാണ് ജനിച്ചത് എന്ന് അറിയുന്ന സമയത്ത് കുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ. അവരോട് ഖുർആന്റെ ഒരു കൽപ്പനയാണ്, ലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം വരുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ മക്കളെ നിങ്ങൾ വധിക്കരുത്, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം അങ്ങനെ ആ ഒരു സമ്പ്രദായത്തെ തന്നെ പാടെ പിഴുതെറിയുകയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഖശിയത ഇംലാഖ് എന്ന ഖശിയത്തിന്റെ ഇഅ്റാബ് എന്താണെന്നുള്ളതാണ് ചോദ്യം. മഫ്ഊൽ ബിഹി, മഫ്ഊൽ മുത്ലഖ്, മഫ്ഊൽ ഫിഹി, മഫ്ഊൽ ലി അജ്ലിഹി. ശരിയായ ഉത്തരം മഫ്ഊൽ ലി അജ്ലിഹി എന്നുള്ളതാണ്. കാരണം നമുക്ക് പരിശോധിച്ച് നോക്കാം. മഫ്ഊൽ ലി അജ്ലിഹി എന്ന് പറഞ്ഞാൽ മസ്ദറുൻ മൻസൂബുൻ യുവല്ലിഹു യുളഉ ബഅദൽ ഫിഅലി ലി ബയാനി ഇല്ലതിഹി, ആ പ്രവർത്തനത്തിന്റെ കാരണം എന്താണെന്ന് പറയാൻ. ഖാമത്തിൽ മീദു, വിദ്യാർത്ഥി എണീറ്റ് നിന്നത് ഇക്രാമൻ ലിൽ മുഅല്ലിമി, അധ്യാപകനെ ബഹുമാനിക്കാൻ വേണ്ടി. എണീറ്റ് നിന്നതിന്റെ കാരണം ബഹുമാനിക്കാൻ വേണ്ടി. അദ്ഹബു ഇലൽ കുല്ലിയ, കോളേജിലേക്ക് പോയത് തൊലബൽ ലിൽ ഇൽമി, വിദ്യ നുകരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് മഫ്ഊൽ ലി അജ്ലി. ലാ തഖ്തുലു ഔലാദകും, മക്കളെ നിങ്ങൾ കൊല്ലരുത്. എന്തിനു വേണ്ടി? ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം പേടിച്ച കാരണത്താൽ നിങ്ങൾ മക്കളെ വധിക്കരുത്. അപ്പോൾ വധിക്കുന്നതിന്റെ കാരണം എന്താണ്? ഖശിയത ഇംലാഖ് ആണ്. അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. മഫ്ഊൽ ലി അജ്ലിഹി.
അടുത്ത ചോദ്യം, യുസമ്മൽ മുഅല്ലഖാത്തു, ജാഹിലി കാലഘട്ടത്തിലെ മുഅല്ലഖാത്ത്, അവകൾക്ക് മുഅല്ലഖാത്തിന് മുദഹബാത്ത് എന്നും പേര് പറയേണ്ടത്. മുദഹബാത്ത് പറഞ്ഞാൽ സ്വർണം പൂശപ്പെട്ടത് എന്നുള്ള പേര്. ലിഅന്നഹ, എന്തുകൊണ്ടാണ് സ്വർണം എന്ന് പൂശപ്പെട്ടത് എന്നുള്ള പ്രയോഗം അതിന് വന്നത്. തുഹ്ഫളു ഫീ ഖസാനത്തിൽ മലിക്, രാജാവിൻ്റെ നമ്മുടെ ട്രഷറി ഖജനാവിലാണത് സൂക്ഷിക്കപ്പെടുക. മഅദ്ദഹബ്, സ്വർണത്തിനോട് കൂടെ, സ്വർണത്തിൻ്റെ കൂടെ രാജാവിൻ്റെ ഖിസാനയിലാണ് അത് സൂക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ്. നുസിജത്ത് ബിൽ ഖുയൂത്തിൽ മുദഹബ, സ്വർണത്തിൻ്റെ നൂലുകൊണ്ടാണ് അത് തുന്നപ്പെട്ടത്. തുഹ്ഫളു ഫിൽ ഖിസാനത്തി കദ്ദഹബ്, നിധിയായിട്ട് സ്വർണം പോലെ അത് സൂക്ഷിക്കപ്പെട്ടിരുന്നു. കുത്തിബത്ത് ബിമാ ഇദ്ദഹബ്, സ്വർണ്ണ മഷി കൊണ്ടായിരുന്നു അത് എഴുതപ്പെട്ടിരുന്നത്. ഇതാണ് ശരിയായ ഉത്തരം. മാ ഉദ്ദഹബ്, സ്വർണത്തിന്റെ വെള്ളം, സ്വർണ്ണ മഷി കൊണ്ടാണ് എഴുതപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അൽ മുദഹബാത്ത്, സ്വർണം പൂശപ്പെട്ടത് എന്നുള്ള പേര് ഇവകൾക്ക് വന്നത്. ഫത്തറ സ്വായിം, നോമ്പുകാരൻ നോമ്പ് മുറിച്ചു. വ അദാനൽ മഗ്രിബ്, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന അതേ സമയത്ത് നോമ്പുകാരൻ നോമ്പ് മുറിച്ചു. ഫത്തറ സ്വായിം, നോമ്പ് മുറിച്ചു. ഇവിടെ കലിമത്തു അദാൻ, അദാൻ എന്നുള്ളത് ഫിൽ ജുംലത്തി, അതിന്റെ ഇഅ്റാബ് എന്താണ്? വാവ് വ എന്ന് വന്നതിന് ശേഷം മഫ്ഊല് മഅഹു എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. മഫ്ഊൽ മഅഹു, മഫ്ഊൽ. അപ്പൊ അദാൻ എന്നുള്ളത് മൻസൂബാണ്. ലിഅന്നഹു മഫ്ഊൽ മഅഹു, മഫ്ഊൽ മഅഹു ആണ്. മഫ്ഊൽ മഅഹുവിന്റെ അടയാളാണ് വാവ് എന്നുള്ളത്. കൂടെ എന്ന അർത്ഥത്തിന്, കൂടെ മഅ എന്നുള്ള അർത്ഥത്തിന്റെ ഒരു വാവ് വരാറുണ്ട്. ആ വാവിന്റെ ശേഷം വരുന്ന പദം മഫ്ഊൽ മഅഹു ആയിരിക്കും. ഫത്തറ സ്വായിം, നോമ്പുകാരൻ നോമ്പ് അവസാനിപ്പിച്ചു. വ അദാനൽ മഗ്രിബ്, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ. മഫ്ഊൽ മഅഹു നോക്കാം. ഇസ്മുൻ മൻസൂബൻ, മഫ്ഊൽ മഅഹു മൻസൂബ് ആയിരിക്കും. യഖഉ ബഅദ വാവിൻ തുസമ്മ വാവുൽ മഇയ്യ, വാവുൽ മഇയ്യയുടെ തൊട്ട് ശേഷം വരുന്ന പദത്തിനെയാണ് മഫ്ഊൽ മഅഹു എന്ന് വിളിക്കുന്നത്. സിർത്തു, ഞാൻ സഞ്ചരിച്ചു. വ ഖാലിദൻ, ഖാലിദിനോട് കൂടെ. മഅ എന്നുള്ള അർത്ഥം, മഅ ഖാലിദിൻ. അഖ്ബല റഷീദുൻ, റഷീദ് വന്നു. വ ഹിസാനഹു, അവന്റെ കുതിരയോട് കൂടെ. മുബ്തസിമൻ, പുഞ്ചിരി തൂക്കിക്കൊണ്ട് വന്നു. അപ്പോൾ മഫ്ഊൽ മഅഹു ആണ് നമ്മുടെ ഉദാഹരണത്തിൽ മഫ്ഊൽ മഅഹു. ഉഹിബ്ബുൽ ഫവാക്കിഹ, ഞാൻ പഴങ്ങളെ ഇഷ്ടപ്പെടുന്നു. ലാസിയമാ ഡാഷ് തുഫാഹു, തുഫാഹ്. എന്താണ് വായിക്കേണ്ടത്? ഇഅ്റാബു കലിമത്ത് തുഫാഹ്, തുഫാഹ് എന്നത് എങ്ങനെയാണ് വായിക്കേണ്ടത്? ലാസിയമ തുഫാഹു എന്നാണ് വായിക്കേണ്ടത്. മൻസൂബുൻ തുഫാഹ, മർഫൂഉൻ തുഫാഹു, മജ്റൂറുൻ തുഫാഹി, മബ്നിയുൻ, മബ്നിയായിട്ട്. അപ്പൊ തുഫാഹ എന്ന മബ്നി എന്നുള്ളതിന്റെ വിശദീകരണമാണ്. മബ്നി അൽ ഫത്ഹ ആണെങ്കിൽ മബ്നി അൽ റഫ് എന്നുള്ളത്. ശരിയായ ഉത്തരം മർഫു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ കീയിൽ നൽകപ്പെട്ടിട്ടുള്ളത്, മർഫൂൻ. കാരണം ലാസിയമ എന്നുള്ളതിന്റെ ശേഷം വരുന്ന പദത്തിന്റെ ഇഅ്റാബ് ഇങ്ങനെയാണ്. ഇദാകാന മാ ബഅദ ലാസിയമ, ലാസിയമക്ക് ശേഷം വന്നത് നെക്കിറയായ ഒരു പദമാണെങ്കിൽ, നെക്കിറ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം ഒന്നും ഇല്ലാത്ത ഒരു പദമാണെങ്കിൽ, ജാസ ഫീഹി അർറഫ്ഉ വന്നസ്ബു വൽ ജർറു, മൂന്ന് ഇറാബും പറ്റും. റഫ്ഉം നസ്ബും ജർറും മൂന്നും പറ്റും. ഉഹിബ്ബുൽ അസ്തിഖാഅ ലാസിയമ ആഖിലൻ, ആഖിലുൻ, ആഖിലിൻ. കാരണം ലാസിയമിന്റെ ശേഷം വന്നത് ആഖിൽ എന്നുള്ളത് നിക്കറായ ഒരു പദമാണ്. അപ്പൊ ആഖിലൻ, ആഖിലുൻ, ആഖിലിൻ, ഈ മൂന്ന് ഓപ്ഷനുകളും പറയാവുന്നതാണ്. ഇനി ഇദാകാന മാ ബഅദ ലാസിയമ, ലാസിയമക്ക് ശേഷം വന്നത് മഅരിഫയാണെങ്കിലോ, ജാസ ഫീഹി റഫ്ഉ വൽ ജർറു, റഫ്ഉം ജർറു മാത്രമേ പറ്റുള്ളൂ, നസ്ബ് പാടില്ല. റഫ്ഉ വൽ ജർറു ഫഖത്ത് വലാ യജൂസു നസ്ബു. അപ്പോൾ ഉഹിബ്ബുൻ നാസ, ഞാൻ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു. ലാസിയമ, ഇനി അതിനുശേഷം അൽ ഉലമാ ഉ, അൽ ഉലമാ ഇ എന്നീ രണ്ട് ഓപ്ഷൻ. അൽ ഉലമാ അ എന്ന് പാടില്ല. നമ്മുടെ ചോദ്യത്തിലെ ഉഹിബ്ബുൽ ഫവാക്കിഹ ലാസിയമ തുഫാഹ്, തുഫാഹ് എന്നുള്ളത് അലിഫ്ലാമിന്റെ മഅരിഫയാണ്. അപ്പോൾ റഫ്ഉം ജറും ഇത് രണ്ടുമാണ് പറ്റുക. റഫ്ഉം ജറിലും തന്നെ കൂടുതൽ ഉചിതമായതും കൂടുതൽ സാഹിത്യ ഫസീഹായ ഒരു ഭാഷയായി പരിഗണിക്കപ്പെടുന്നത് റഫ് ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ ഓപ്ഷനിൽ മർഫു എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കവിത തന്നിട്ട് ആ കവിത വായിച്ച് ഉത്തരം നൽകാൻ. ഇഖ്റഇൽ അബിയാത്ത് വ അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. ഈ കവിത നൽകിയിട്ടുണ്ട്. കവിതയുടെ ശേഷം നൽകപ്പെടുന്ന 5 ചോദ്യങ്ങൾ ഉണ്ടാകും. അവർക്ക് ഉത്തരം നൽകാൻ നമുക്ക് ആദ്യത്തെ 1-2 വരികൾ കവിത പൂർണ്ണമായും വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ചോദ്യങ്ങൾ വായിച്ചിട്ട് പിന്നെ ഉത്തരത്തിലേക്ക് വരാം. തുനാജിൻ നസീം, നസീം മന്ദമാരുതൻ. അസ്ഹൂറ,
മന്ദമാരുതൻ കാറ്റു വീശുന്ന സമയത്ത് പൂക്കളോട് പുഷ്പങ്ങളോട് അത് സംസാരിക്കുകയാണ്, അഭിസംബോധനം ചെയ്യുകയാണ്. ബിഖുർബി ളിയാഇ പ്രകാശത്തിൻ്റെ അടുത്ത് നിന്ന്. ഫതബ്സിമുഹ അവ പരസ്പരം ചിരിക്കുന്നു. അൻ സുഗൂരി പല്ല് കാട്ടിച്ചിരിക്കുന്നു, പൂക്കൾ പല്ല് കാട്ടിച്ചിരിക്കുന്നു. തുസക്കിൽ ഹവാ മന്ദമാരുതൻ വരുന്ന സമയത്ത് കാറ്റ് അന്തരീക്ഷം ശുദ്ധിയാക്കുന്നു. ബിത്വീബിൻ അരീജിൻ നല്ല സുഗന്ധമുള്ള വാസന. വതുർസിലുഹു ഈ വാസന എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നു. ഫയഉമ്മു സുറൂർ എല്ലാവർക്കും സന്തോഷവും പരക്കുന്നു. തസീഹു ദുയൂഖു കോഴി കൂവുന്നു. ബിഹജിരിൽ ഹുജൂ ഉറക്കമൊഴിവാക്കിയിട്ട് പ്രഭാത സമയത്ത് മന്ദമാരുതൻ അടിച്ചു വീശുന്ന സമയത്ത്. വഖുർബിൻ നുഹൂദി ഉണരാൻ അടുക്കുന്ന സമയത്താണ് കാറ്റു വീശുന്നത്. ബിഫറഹിൻ വഫൂരി അത്യധികം സന്തോഷത്തോടുകൂടെ. ഖരീരുൽ ഉയൂൻ എല്ലാവരും സന്തുഷ്ടരാണ്. വകൻസുൽ ഫുനൂനി കലകളുടെ കേന്ദ്രമാണ് ഈ മന്ദമാരുതൻ. വബഹ്റുൽ ഉലൂമി എല്ലാ ഇൽമുകളുടെയും സമുദ്രമാണ്. വ ഉമ്മുൻ ഗയൂർ നല്ല സ്നേഹമുള്ള ഒരു ഉമ്മ കൂടിയാണ്. വകം അർലഅത്തി മിൻ അദീബിൻ വലിയൻ എത്രയെത്ര കഴിവുറ്റ സാഹിത്യകാരന്മാരെയാണ് മുലകൂട്ടിയിട്ടുള്ളത് ഈ മന്ദമാരുതൻ. മന്ദമാരുതൻ്റെ കാറ്റും കൊണ്ടിട്ട് കവിത വിരിഞ്ഞ കുറേ ആളുകൾ. വകം ഹവലത്ത് മിൻ ഫതീനിൻ ഖബീ നല്ല ബുദ്ധിശാലികളായ എത്രയോ ആളുകളെ അത് നോക്കി പരിപാലിച്ചു പോന്നിട്ടുണ്ട്. ഹലന മടിയിലിരുത്തി പരിപാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നസീം മന്ദമാരുതനെ വിശേഷിപ്പിച്ചുകൊണ്ട് പ്രഭാത സമയത്തെ കാറ്റിനെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ്. ഈ കവിതയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളിലേക്ക് പോയി നോക്കാം. സൂറത്തുൻ ബയാനിയത്തുൻ ഫിൽ ബൈത്തിൽ അവൽ ഒന്നാമത്തെ വരിയിലെ ഏത് സാഹിത്യ രൂപമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? തുനാജിൻ നസീമുസ്സുഹൂറ മന്ദമാരുതൻ പുഷ്പങ്ങളോട് അഭിസംബോധനം ചെയ്യുന്നു. മുനാജാത്ത് അഭിസംബോധനം നടത്തും. ഇസ്തിആറത്തുൻ തസ്രീഹിയത്തുൻ, ഇസ്തിആറത്തുൻ മക്കിനിയത്തുൻ, കിനായത്ത്, തഷ്ബീഹ് ബലീഗ് എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ നൽകപ്പെട്ടിട്ടുള്ളത്. ശരിയായ ഉത്തരം ഇസ്തിആറ മക്കിനിയ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇസ്തിആറ മക്കിനിയ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇസ്തിആറ മക്കിനിയ എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിആറത്തുല്ലത്തി ഹുദിഫ ഫീഹൽ മുശബ്ബഹു ബിഹി മുശബ്ബഹ് ബിഹി കളയപ്പെട്ടിട്ടുണ്ടാകും. ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് തഷ്ബീഹാക്കി മുശബ്ബഹ് ബിഹി കളയപ്പെട്ടു. മുശബ്ബഹ് ബിഹിയുടെ എന്തെങ്കിലും സൂചനകൾ ഈ സെന്റൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് റുമിസ ലഹു ബിശൈഇ മിൻ ലവാസിമി മുശബ്ബഹ് ബിഹിയുടെ എന്തെങ്കിലും ഒരു ലാസിം എന്തെങ്കിലും സൂചനകൾ സെന്റൻസിൽ ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ഉദാഹരണം പരിശോധിക്കുമ്പോൾ തുനാജിൻ നസീമുസ്സുഹൂറ മന്ദമാരുതൻ പുഷ്പങ്ങളോട് അഭിസംബോധനം ചെയ്യുന്നു, സംസാരിക്കുന്നു. ഇവിടെ ശുബ്ബിഹൻ നുസൂമു ബിൽ ഇൻസാൻ നസീം മന്ദമാരുതനെ ഒരു മനുഷ്യനായിട്ട് തഷ്ബീഹാക്കി. അഭിസംബോധനം ചെയ്യലൊക്കെ മനുഷ്യന്മാരാണല്ലോ. അപ്പൊ ഈ നസീം മന്ദമാരുതനെ ഒരു മനുഷ്യനായിട്ട് തഷ്ബീഹാക്കി. മുശബ്ബഹ് ബിഹി ഇൻസാൻ എന്നുള്ളതാണ്. ഈ ഇൻസാനെ ഈ സെന്റൻസിനകത്ത് നിന്ന് കളഞ്ഞു. എന്നിട്ട് മനുഷ്യരുടെ പ്രത്യേകതയാണ് അഭിസംബോധനം ചെയ്യുക എന്നുള്ളത്. ആ അഭിസംബോധനം ചെയ്യുക എന്നുള്ള തുനാജി എന്നത് അവിടെ നൽകപ്പെടുകയും ചെയ്തു. ഹുദിഫൽ മുശബ്ബഹു ബിഹി ഇൻസാനി എന്ന മുശബ്ബഹ് ബിഹി കളഞ്ഞ് റുമിസ ഇലൈഹി ബി കലിമത്ത് തുനാജി അഭിസംബോധനം ചെയ്തത് മനുഷ്യന്റെ സ്വഭാവമാണ്, പ്രകൃതിയിൽപ്പെട്ടതാണ്. ആ ഒരു സൂചന മുമ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തഷ്ബീഹ് കളയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തുനാജി എന്ന ആ ഒരു ക്ലൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇസ്തിആറ മക്കിനിയയാണ് ഈ ഉദാഹരണം. അല്ലൗനുൽ ബലാഗി ഫിൽ ബൈത്തിൽ ഖാമിസ് അഞ്ചാമത്തെ വരിയിലുള്ള സാഹിത്യ രൂപം എന്താണ്? ഖരീറുൽ ഉയൂൻ കൺകുളിർമയുള്ളതാണ് മന്ദമാരുതൻ. വകൻസുൽ ഫുനൂൻ ധാരാളം കലകളുടെ നിധിയാണ്. ഇവിടെ ഖരീറുൽ ഉയൂൻ കണ്ണ് തണുപ്പിക്കുന്നത് എന്നാണ് ഖരീറുൽ ഉയൂൻ. കണ്ണിന് കുളിർമയേകുന്നത് എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുന്നത്. ഇത് കിനായത്താണ്. കിനായത്ത് എന്തുകൊണ്ടാണ് കിനായത്ത് എന്ന് പറയുന്നത്? കണ്ണിൽ തണുപ്പ് ഉണ്ടാകുന്നത്, നല്ല തണുപ്പുള്ള അശ്രുകണങ്ങൾ കണ്ണിൽ വരുന്നത് നല്ല സന്തോഷം, ഒരു ഹാപ്പി മൊമെന്റിലാണ് വരുന്നത്. ചൂടുള്ള കണ്ണുനീര് വരുന്നത് അത് കരച്ചിൽ വേദന വരുന്ന സമയത്താണ്. ഖരീറുൽ ഉയൂൻ കണ്ണിന് കുളിർമയേകുന്നത് എന്നത് ഒരു കിനായത്താണ്. കിനായത്ത് എന്ന് പറഞ്ഞാൽ ലഫ്ലുൻ ഉരീദ ബിഹി ഇവിടെ പറയപ്പെട്ട പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഗൈറു മാനാഹു അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമല്ല. അല്ലദീ വുദിഅ ലഹു ഒറിജിനലി ഇതിൻ്റെ അർത്ഥമല്ല ഉദ്ദേശിക്കപ്പെട്ടത്. മഅ ജവാസി ഇറാദത്തിൽ മാനൽ അസ്ലി ഒറിജിനൽ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കാവുന്നതാണ്, കണ്ണിന് തണുപ്പേകുന്നത്. ലിഅദ്മി വുജൂദി ഖരീനത്തിൻ മാനിഅത്തിൻ. ഉദാഹരണം സൈദുൻ ത്വീലുൻ നിജാദ് സൈദിന്റെ വാളുറ നീണ്ടവനാണ് എന്ന് പറയുമ്പോൾ അന്നഹു ശുജാഉൻ അലീമുൻ നല്ല ധീരശാലിയാണ് അവൻ എന്നാണ്.
നമ്മുടെ ഉദാഹരണം ഖരീറുൽ ഐൻ, കണ്ണിന് തണുപ്പ് ലഭിക്കുന്നത് എന്നത് കിനായത്തുനാനി സുറൂർ വൽ ഇബ്തിഹാജ്, സന്തോഷം, ആനന്ദം, അതിനെ കിനായത്തായി പറയുന്നതാണ്. അപ്പൊ ഖരീറുൽ ഐൻ കണ്ണിന് തണുപ്പ് ലഭിക്കുന്നത് എന്നാണ്. മന്ദമാരുതൻ കണ്ണിന് തണുപ്പ് നൽകുന്നതാണ് എന്നുകൊണ്ട് ഉദ്ദേശം കണ്ണിന്റെ ഉള്ളിലേക്ക് തണുപ്പടിച്ചു വീശുമെന്നല്ല. കണ്ണിന് തണുപ്പ് ലഭിക്കുക എന്ന് പറയുന്നത് സന്തോഷവും ആനന്ദത്തിന്റെയും ഒരു അടയാളമാണ് എന്നതുകൊണ്ട്. അൽ മുറാദു ബിക്കം ഫിൽ ബൈത്ത്, അവസാനത്തെ ബൈത്തിൽ വക്കം അർലഅത എന്ന് പറയുന്നുണ്ടല്ലോ, എത്രയെത്ര ആളുകളെയാണ് മുലയൂട്ടിയിട്ടുള്ളത്. വക്കം അർലഅത മിൻ അദീബിൻ വലിഇൻ, ശക്തരായ എത്രയെത്ര സാഹിത്യകാരന്മാരെയാണ് മന്ദമാരുതൻ നീ മുലയൂട്ടിയിട്ടുള്ളത്. വക്കം ഹവനത് മിൻ ഫതീനിൻ ഖബിയ്യൻ വക്കം അർലഅത് വക്കം ഹവനത്, എത്രയെത്ര ബുദ്ധിശാലികളായ ആളുകളെയാണ് മടിയിലിരുത്തി താലോലിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വക്കം എന്നുള്ള ഈ കം ഏത് തരത്തിലുള്ള കമ്മി എന്നാണ് ചോദ്യം. കം ഇസ്തിഫാമിയയുണ്ട്, കമിൽ ഇൻകാരിയുണ്ട്, കമിൽ തഖരീറിയുണ്ട്, കമിൽ ഖബരിയുണ്ട്. കമിൽ ഖബരിയ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എത്രയെത്ര നാടിലേക്കാണ് ഞാൻ പോയത്. അങ്ങനെ കമ്മ് പ്രധാനമായും 2 കമ്മാണ് വരാറുള്ളത്, കമിൽ ഇസ്തിഫാമിയയും കമിൽ ഖബരിയും. നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. കമിൽ ഇസ്തിഫാമിയ എന്ന് പറയുന്നത് ലിസ്സുആൽ, നമ്മളൊരു ക്വസ്റ്റ്യന് വേണ്ടി ചോദിക്കുന്നത്, അതായത് എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് ഇന്ന് വന്നിട്ടുള്ളത്, എത്രയാണ് ഈ പേനയുടെ വില എന്നൊക്കെ ചോദിക്കുന്നത് കമിൽ ഇസ്തിഫാമിയ. ലിസ്സുആൽ അനിൽ അദദ്, എണ്ണത്തെക്കുറിച്ച് ചോദിക്കാൻ. വയത്തുലുബുൽ ജവാബ്, ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട്, എത്രയാണ്, 100 രൂപ. ഇങ്ങനെ അതിൻ്റെ ഒരു മറുപടി, എണ്ണമായിട്ടൊരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കമ്മിന്റെ ശേഷം വരുന്ന തമ്മീസ് മുഫ്രദുൻ മൻസൂബുൻ, മുഫ്രദ് മൻസൂബായിട്ടാണ് വരുന്നത്. മുഫ്രദ് മൻസൂബ് എന്ന് പറഞ്ഞാൽ കം ഖലമൻ ഇൻദക, നിന്റെ അടുത്ത് എത്ര പേനയാണുള്ളത്, ഇങ്ങനെ. ഇനി അടുത്തത് കമിൽ ഖബരിയ, കം ഖബരിയായിട്ട് വരും, എത്രയെത്ര ആളുകളെയാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. അവിടെ അതിന്റെ ഉത്തരം പറയൽ പ്രതീക്ഷയല്ല, അതൊരു ചോദ്യമല്ല, അതൊരു അഭിമാനം കൊള്ളുകയാണ്. തഅബീർ അനിൽ കസറത്ത്, ധാരാളം കൂടുതലുണ്ട് എന്ന് വർണ്ണിക്കുകയാണ്. വല യത്ലുബുൽ ജവാബ, അപ്പോൾ അത് കേൾക്കുന്ന ആൾ അതിനൊരു മറുപടി, ആ എണ്ണം പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നില്ല. അതിന്റെ ശേഷം വരുന്ന തമ്മീസ് ജംഉ മജ്റൂർ ആയിട്ടാണ് വരിക. കം ബിലാദിൻ സുർത്തുഹ, എത്രയെത്ര നാടുകൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, ഞാൻ ഒരു സഞ്ചാരപ്രിയനാണ് എന്ന് പറയുന്ന സമയത്ത്. അപ്പൊ 2 മാറ്റങ്ങൾ, കലമൻ എന്നും ബിലാദിൻ. ഇവിടെ മുഫ്രദ് മൻസൂബാണ്, ഇവിടെ ജംഉ മജ്റൂർ ആയിട്ടാണ് വരുന്നത്. കമിൽ ഖബരിയയും കമിൽ ഇസ്തിഫായും. നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നത് വക്കം അർലഅത്തി, എത്രയെത്ര സാഹിത്യകാരന്മാരെയാണ് അർലഅത്ത് മന്ദമാരുതൻ മുലയൂട്ടിയിട്ടുള്ളത് എന്ന്. അടുത്ത ചോദ്യം മഅനൽ ഹുജൂ, നമ്മുടെ കവിതയിൽ വന്നതായിരുന്നു, കോഴി ഉറക്കൊഴിവാക്കിയിട്ട് കൂവുന്നു മന്ദമാരുതൻ അടിച്ചു വീശുന്ന സമയത്ത്. ഹുജൂ, ഹജ എന്ന് പറഞ്ഞാൽ നാമ എന്നാണ് അർത്ഥം. ഹജ നാമ, ഉറക്കുക. നൗമുൻ ഖഫീഫ്, നേരിയ ഉറക്കം. അവലുൽ ഫജ്ർ, പ്രഭാത സമയം. അഹ്ലാം സഈദ, നല്ല സ്വപ്നങ്ങൾ. അഹ്ലാം മുഖീഫ, പേടിപ്പെടുന്ന സ്വപ്നങ്ങൾ. ഇതല്ല, നൗമുൻ ഖഫീഫ് എന്നുള്ളതാണ് ഹജ ഹുജൂ എന്നതിന്റെ അർത്ഥം. അൽ ഗറളു മിനൽ അബിയാത്ത്, ഈ കവിതയിൽ മന്ദമാരുതനെ വർണ്ണിക്കുകയാണ്, നല്ല കുളിർക്കാറ്റിനെ വിശേഷിപ്പിക്കുകയാണ്. അൽ വസ്ഫു, മദ്ഹ് അല്ല, മദ്ഹ് ഒരാളെ മദ്ഹ് ചെയ്യുന്നതിനാണ് മദ്ഹ് എന്ന് പറയുന്നത്. റിസാ, ഒരാളെ അനുശോചനം. ഫഖ്ർ അല്ല, വസ്ഫ്, ആ ഒരു അവസ്ഥയെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇനി പാരഗ്രാഫാണ്. പാരഗ്രാഫ് വായിച്ച് ശേഷമുള്ളതിന് ഉത്തരം നൽകാം. ഇഖ്റഇൽ ഫിഖറത്തൽ ആതിയ, പാരഗ്രാഫ് വായിക്കുക. സുമ്മ അജിബ് അനിൽ അസ്ഇലത്തി ലത്തി തലിഹ, ശേഷമുള്ള ചോദ്യത്തിന് ഉത്തരം. നമുക്ക് ആദ്യം പാരഗ്രാഫ് ഒന്ന് വായിക്കാം. അൽ അലമു ലൈസ മദ്മൂമൻ ദായിമൻ, വേദന എപ്പോഴും ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ, ദുഃഖങ്ങൾ വരുന്നുണ്ട്. എല്ലാ വേദനകളും നമ്മൾ തള്ളിപ്പറയേണ്ടതല്ല. ചില വേദനകൾ നമുക്ക് ഗുണകരമായി ഭവിക്കുന്നതാണ്. വലാ മക്രൂഹൻ അബദൻ, എപ്പോഴും വെറുക്കപ്പെടേണ്ടതുമല്ല വേദനകൾ. ഫയക്കൂനു ഖൈറൻ ലിൽ ഇൻസാൻ, മനുഷ്യന് നല്ലതാണ് അൻ യതഅല്ലം, ചില സമയത്തൊക്കെ അല്പം വേദനിക്കുന്നത് നല്ലതാണ്. ഇന്ന ദുആ അൽ ഹാറ, നല്ല ചൂടുള്ള ദുആ. യഅതിൽ അലം, വേദനയുണ്ടാകുന്ന സമയത്ത് മനുഷ്യനിൽ നിന്ന് നല്ല പ്രാർത്ഥനകൾ വരും. വത്തസ്ബീഹ സാദിഖ യുസാഹിബുൽ അലം, നല്ല സത്യസന്ധമായ തസ്ബീഹ്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകൾ വേദന ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യന് വരാറുണ്ട്. വതഅല്ലും അത്താലിബ് സമന തഹ്സീൽ, ഒരു വിദ്യാർത്ഥി അവന് പഠിക്കുന്ന സമയത്ത് അവന് അനുഭവിക്കുന്ന വേദനകൾ.
വഹംലുഹു ലി അഅബാഇ ത്വലബ്, വിദ്യ നുകരുന്ന സമയത്തുള്ള ധാരാളം ഭാരങ്ങൾ അവൻ ചുമക്കുന്നത്, യുസ്മിറു ആലിമൻ ജഹ്ബദൻ, നല്ല കഴിവുറ്റ ഒരു പണ്ഡിതനെ അത് രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ലിഅന്നഹു ഇഹ്തറഖ ഫിൽ ബിദായത്തി, കാരണം അവൻ തുടക്ക സമയത്ത് അവന് ഇതിനു വേണ്ടിയിട്ട് ഉരുകി, വിദ്യക്ക് വേണ്ടിയിട്ട് ഉരുകുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഫഅശ്റഖ ഫിൻ നിഹായത്തി, അതിന്റെ അവസാനം അവന് ശോഭിക്കാൻ കഴിയും. ഇന്ന താലിബല്ലദീ ആശ ഹയാത്ത ദഅഅത്തി വറാഹ, നല്ല ലാവിഷ് ആയിട്ട് ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ സുഖലോലുപതയിൽ ജീവിക്കുന്ന വിദ്യാർത്ഥി, വലം തൽദഖുൽ അസമാത്ത്, പ്രതിസന്ധികൾ അവനെ കടിച്ചിട്ടില്ല, അവനെ ബാധിച്ചിട്ടില്ലെങ്കിൽ, വലം തകുനൽ മുലിമാത്ത്, അവന് ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല, ഇന്ന ഹാദ താലിബ യബ്ഖ കസൂലൻ, അവൻ മടിയനായി ഇരിക്കും, മുതറഹിലൻ ഫാത്രൻ, ക്ഷീണിച്ചിരിക്കും. ഇദാ ഫലാ തജ്സഅ മിനൽ അലം, ഇദൻ അതുമൂലം ഫലാ തജ്സഅ മിനൽ അലം, നിനക്ക് വേദനകളോ ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ വരുന്ന സമയത്ത് നീ അസ്വസ്ഥത കാണിക്കരുത്. വലാ തഖഫ് മിനൽ മുആനാതി, അതിനെ അഭിമുഖീകരിക്കുന്നതിൽ നീ പേടിച്ച് ഭയപ്പെട്ട് പിന്നോട്ട് പോകരുത്. ഫറുബ്ബമാ കാനത് ഖുവ്വതൻ ലക, ഈ പ്രതിസന്ധിയായിരിക്കും നിനക്ക് കഴിവായിട്ട് സംഭവിക്കുന്നത്, നിന്റെ ശക്തിയായിട്ട് മാറുന്നത്. വമതാഅൻ ഇലാഹിൻ, നിന്റെ പാതേയമായിട്ട് വരുന്നത് ഈ ഒരു പ്രതിസന്ധിയിൽ നീ ആർജിച്ച അനുഭവങ്ങളായിരിക്കും. ഫഇന്നക ഇൻ തഇഷ് മഷ്ബൂബൽ ഫുആദ് മഹ്റൂഖൽ ജവ, നിന്റെ ഹൃദയം വിഷമിച്ചുകൊണ്ട്, മഹ്റൂഖൽ ജവ, നിന്റെ ഹൃദയം കത്തി, നിന്റെ ഹൃദയത്തിന് കോട്ടം സംഭവിച്ച് വേദനകൾ അനുഭവിച്ചുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ, മൽദൂഖ നഫ്സ്, നിന്റെ ശരീരത്തിന് കടിയേറ്റിട്ട് ജീവിക്കുകയാണെങ്കിൽ, അറഖു വ അസ്ഫ, അതാണ് ഏറ്റവും മനോഹരവും തെളിമയുള്ളത്. മിൻ അൻ തഈഷ ബാരിദൽ മശാഇർ, നിന്റെ വികാരങ്ങളൊക്കെ തണുത്ത്, ഫാത്തിർ അൽ ഹിമ്മത്തി, നിന്റെ മനക്കരുത്ത് ക്ഷീണിച്ച്, ഖാമിദൻ നഫ്സ്, നിന്റെ ശരീരം അണഞ്ഞു പോയിട്ട് ജീവിക്കുന്നതിനേക്കാൾ നിനക്ക് ഗുണകരം നീ നിന്റെ ഹൃദയം കത്തിജ്വലിച്ചുകൊണ്ട്, മഷ്ബൂബ് അൽ ഫുആദ് മഹ്റൂഖ് അൽ ജവ, ജവ എന്ന് പറഞ്ഞാലും ഹൃദയം തന്നെയാണ്, ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ട് നീ ജീവിക്കുന്നതാണ്, അതിനെ നിന്നെ സഹായിക്കുന്നതാണ് ഇത്തരം പ്രയാസങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞത്. ചോദ്യത്തിലേക്ക് പോകാം. കലിമത്തു അഅബാ, അഅബാ എന്നൊരു പദം വന്നിരുന്നു. ഇബ്ഉൻ ജംഉഹു അഅബാ എന്നാണ്. ഇബ് എന്ന് പറഞ്ഞാൽ ഫിഖ്ൽ എന്ന് പറഞ്ഞാൽ ഭാരം. ഇബ്ഉൻ ജംഉഹു അഅബാ. മഅന അദ്ദഅത്ത്, ദഅത്ത് എന്ന് പറഞ്ഞാൽ ലേഷർ, സുഖലോലുപത എന്ന് പറയും, ലാവിഷ്. അൽ ഹുദൂ വൽ ഇത്മിനാൻ, അത്തഅബ് വസ്സഹർ, അൽ ജിദ് വൽ ജുഹൂദ്, അൽളുഅഫ് വൽ അജസ്. ദഅത്തി എന്ന് പറഞ്ഞാൽ ശരിയാർത്ഥം അൽ ഹുദൂ വൽ ഇത്മിനാൻ, നല്ല സമാധാനത്തോടുകൂടെ ജീവിക്കുക. അദ്ദഅത്ത്. അത്തഅബ് ക്ഷീണം, അൽ ജിദ് വൽ ജുഹൂദ് കഠിന പരിശ്രമം, അൽളുഅഫ് വൽ അജസ് അശക്തത. അൽ ഹുദൂ വൽ ഇത്മിനാൻ എന്നതാണ് ദഅത്ത്, ശാന്തിയും സമാധാനത്തോടും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല സാഹചര്യങ്ങൾ. അൽ ഫറഹ് എന്നും പറയും. യുവല്ലിഹുൽ കാത്തിബ് മൗഖിഫഹു, കവി തന്റെ നിലപാട് പറയുന്നത് എങ്ങനെയാണ്? തജ്അലു റാഹത്തു വൽ ഫറഹു ദായിബ്, നിത്യസന്തോഷവും ആശ്വാസവും മനുഷ്യനെ വലീലൽ മശാഇർ, അവന്റെ ഇമോഷൻസിനെ അത് ബലഹീനമാക്കും. വളഈഫൻ നഫ്സ്, അവന്റെ ശരീരത്തെയും ദുർബലമാക്കും. ലാ യജ്അലുൽ അലമു, ഇത് ശരിയാണ്. ലാ യജ്അലുൽ അലമു വശദാഇദു, വേദന ബുദ്ധിമുട്ടുകൾ മനുഷ്യനെ ഖവിയ്യൻ നഫ്സ്, സ്ട്രോങ് ആക്കുന്നില്ല. ആലിൽ ഹിമ്മത്തി അബദൻ, അവന്റെ മനക്കരുത്തിന് ഉയർത്തുന്നില്ല എന്നുള്ളത് തെറ്റാണ്. ആക്കും എന്നാണല്ലോ കവിയുടെ നിലപാട്. കവിയല്ല, നമ്മുടെ പാരഗ്രാഫ്. അഹ്സൻ അൻ യഈഷൽ ഇൻസാനു, ഏറ്റവും നല്ലത് മനുഷ്യൻ ജീവിക്കലാണ്, സാലിമൻ, നല്ല സേഫ് ആയിട്ട്, ബിദൂൻ മുവാജഹത്തി അയ്യി നൗഇൻ മിനൽ അലം, ഒരു വേദനയും അനുഭവിക്കാതെ. തെറ്റാണ്. യുസമ്മിമുൽ അലമു അൽ ഇൻസാന, വേദനകൾ മനുഷ്യനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്, രൂപപ്പെടുത്തുന്നുണ്ട്. ബാരിദൽ മശാഇർ, അവന്റെ വികാരങ്ങളൊക്കെ തണുത്തു പോകും. ഫാത്തിർ അൽ ഹിമ്മത്ത്, അവന്റെ മനക്കരുത്ത് ക്ഷീണിക്കും. ഖാമിദൻ നഫ്സ്, അവന്റെ ശരീരം കെട്ടുപോകും. തെറ്റാണ്. ഒന്നാമത്തതാണ് ശരിയായ ഉത്തരം. തജ്അലു റാഹത്തു വൽ ഫറഹു ദായിം അൽ ഇൻസാന വലീലൽ മശാഇർ വളഈഫൻ നഫ്സ്. അടുത്ത ചോദ്യം, അൽ അലമു യകൂനു ഖൈറൻ, വേദന നല്ലതാണ്. ലിഅന്നഹു, കാരണം, അൽ അലമു വേദന ചില സമയത്ത് നല്ലതാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു യുഹയ്യിഉൽ ഇൻസാന, മനുഷ്യനെ തയ്യാറാക്കും. ലിഹയാത്തി കസലിൻ വഗഫ്ലത്തിൻ, മടി പിടിച്ച ജീവിതത്തിന് തയ്യാറാക്കും. അല്ല. യുത്ഇബുൽ ഇൻസാന വയുമിലു, മനുഷ്യനെ ക്ഷീണിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. അല്ല. യുവഫിറുൽ ഇൻസാന, മനുഷ്യന് പകർന്നു നൽകുന്നു അൽ ഖുവ്വത വസ്സബാത, ശക്തിയും സ്ഥിരതയും. ഇൻദ മുവാജഹത്തി ഷദാഇദി, ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന സമയത്ത്. യുഖവ്വിഫു വയജ്സിഉൽ ഇൻസാന മിനൽ മുആനാത്ത്,
പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അഭിമുഖീകരിക്കുന്നതിന് മനുഷ്യനെ പേടിപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു, ഇതുമല്ല. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. കാരണം മനുഷ്യനെ പ്രയാസങ്ങൾ അനുഭവിച്ചുള്ള അനുഭവങ്ങൾ അവന് സ്ഥിരതയും ശക്തിയും ഇനി അടുത്ത പ്രതിസന്ധികൾ നേരിടാൻ കഴിയും. യറൽ കാത്തിബു അൽ അലമ, എഴുത്തുകാരൻ വേദനയെ മനസ്സിലാക്കുന്നത്, വേദന അന്നഹു ലാ യദൂമു ഫി ഹയാത്തി ശഖ്സിൻ ഫി കുല്ലി വഖ്തിൻ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുകയില്ല. വേദനകൾ വരുന്നു, അത് മാറിപ്പോകും. അന്നഹു ലൈസ മുസ്തഖിറൻ, വേദനകൾ സ്ഥിരമായി നിൽക്കുന്നതല്ല. വലാ മുസ്തമിറൻ ഫി ഹയാത്തി ശഖ്സിൻ, ഒരാളുടെ ജീവിതത്തിലും സ്ഥിരമായി എന്നും നിൽക്കുന്നതല്ല വേദനകൾ. അന്നഹു യുഅസ്സിറു ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് വേദനകൾ. തഅ്സീറൻ സൽബിയൻ ദായിമൻ, എപ്പോഴും നെഗറ്റീവ് സ്വാധീനമാണ്. അന്നഹു യുഅസ്സിറു അഹ്യാനൻ ഫി ഹയാത്തിൽ ഇൻസാൻ തഅ്സീറൻ ഈജാബിൻ, വേദനകൾ മനുഷ്യന്റെ ജീവിതത്തിൽ പോസിറ്റീവ് സ്വാധീനങ്ങൾ വരുത്തുന്നുണ്ട്. ഇതിൽ ശരിയായ ഓപ്ഷൻ ഏതാണ് എന്നാണ്. ശരിയായ ഓപ്ഷൻ നാലാമത്തേതാണ്. ഒന്നാമത്തേതൊന്നും നമ്മളെ സെന്റൻസിൽ പറഞ്ഞിട്ടില്ല. വേദന പാരഗ്രാഫിനകത്ത് വേദനകൾ എല്ലാ സമയത്തും നിലനിൽക്കുകയില്ല, വേദനകൾ മാറി സന്തോഷം വരാം എന്നുള്ള വിവരണങ്ങളൊന്നും ഇത് രണ്ടും നമ്മുടെ പാരഗ്രാഫിനകത്ത് പരാമർശിച്ചിട്ടില്ല. പിന്നെ ഇത് തഅ്സീറൻ സൽബിയൻ, വേദനകൾ മനുഷ്യന് നൽകുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എന്നുള്ളത് തെറ്റാണ്. നമ്മൾ പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, സ്വല്ലൈന, ഞങ്ങൾ നമസ്കരിച്ചു, ഫി മസാജിദ, പള്ളിയിൽ, കസീറത്തിൻ, ധാരാളം പള്ളിയിൽ. ഇവിടെ ശരിയായ ഉത്തരം ഏതാണെന്നാണ്. ഫി മസാജിദ. മസാജിദിൻ എന്നുള്ളത് തെറ്റാണ്, മസാജിദി തെറ്റാണ്, മസാജിദ തെറ്റാണ്, മസാജിദ എന്ന് മാത്രമാണ് ശരി. കാരണം നമ്മൾ മുമ്പ് ഒരു ചോദ്യത്തിന് പറഞ്ഞിരുന്നു മസാജിദ് എന്നുള്ളത് ഗൈർ മുൻസരിഫായ പദമാണ്. ഗൈർ മുൻസരിഫായ പദം മഫാഇല് എന്നുള്ള വസനിലുള്ള ജംഅ് ഗൈർ മുൻസരിഫാണ്. ഗൈർ മുൻസരിഫ് ആകുന്ന സമയത്ത് ഫി എന്നതിന് ശേഷം ജറ് വരുന്നത്, ജറ് ഫത്ഹ് കൊണ്ടാണ് ജറ് ലഭിക്കുന്നത്. ഫി മസാജിദ. അപ്പോൾ ഇത് തെറ്റാണ്, കാരണം ഇവിടെ കസ്റാണുള്ളത്, ഇതും തെറ്റാണ്. ഇവിടെ അലിഫ് മസാജിദൻ എന്ന് തെൻവീൻ ഉണ്ടാകുമ്പോഴാണ് അലിഫ് ചേർക്കുന്നത്. ഗൈർ മുൻസരിഫ് ആകുന്ന സമയത്ത് അവസാനം തെൻവീൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് ശേഷം അലിഫ് ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സി ഓപ്ഷൻ തെറ്റായി മാറിയത്. ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ് യുജറുൽ മംനൂഉ മിനസ് സർഫ്, ഗൈർ മുൻസരിഫായ പദം ജറ് നൽകപ്പെടുന്നു, ബിൽ ഫത്ഹത്തി, ഫത്ഹ കൊണ്ട് ജറ് നൽകപ്പെടുന്നു. അപ്പൊ കസ്റ കൊണ്ടാണ് പൊതുവെ എല്ലാ പദങ്ങൾക്കും ജറ്. പക്ഷേ ഗൈർ മുൻസരിഫിന് ഫത്ഹാണ് ജറിന്റെ സമയത്ത് നൽകുന്നത്. ഇദാലം യക്കുൻ മുലാഫൻ, മുലാഫ് അല്ലാതെങ്കിൽ, അത് ശേഷമുള്ള ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ, ഔ ഖാലിയ മിനൽ അലിഫ് അല്ലാമി, അലിഫ്ലാമിൽ നിന്നും ഖാലി, അലിഫ്ലാം ഇല്ലാത്തത്, അലിഫ്ലാം ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഇളാഫത്ത് ഉള്ളതാണെങ്കിൽ എല്ലാ പദങ്ങളെയും പോലെ കസ്ർ കൊണ്ട് തന്നെയാണ് ഗൈർ മുൻസരിഫിനും ജറ് നൽകുന്നത്. നമുക്ക് അതിന്റെ ഉദാഹരണത്തിലൊന്ന് പരിശോധിച്ചു. സല്ലൈതു ഫി മസാജിദ കസീറത്തിൻ, ഞാൻ ധാരാളം പള്ളിയിൽ നമസ്കരിച്ചു. നമ്മുടെ സെന്റൻസിൽ വന്നത് അതായിരുന്നല്ലോ. ഈ മസാജിദ എന്നുള്ളത് മുലാഫ്, അതിന്റെ ശേഷം ഇളാഫത്ത് ഉണ്ടോ? ഇല്ല. മസാജിദ ഇത് നഅത്താണ് കസീറത്ത് എന്നുള്ളത്, ശേഷത്തിലേക്ക് ഇളാഫത്ത് ഇല്ല. പിന്നെ അലിഫ്ലാം ഖാലിയാണ്, അലിഫ്ലാം ഇല്ലാത്തതാണ് പദം, അലിഫ്ലാം ഇല്ലാത്ത പദമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കസറിന് പകരം ഫത്ഹാണ് നൽകേണ്ടത്. മശൈതു ഫി സഹ്റാ, ഞാൻ മരുഭൂമിയിൽ നടന്നു. സഹ്റാ എന്നുള്ള പദം ശേഷത്തിലേക്ക് ഇളാഫത്ത് ഇല്ല, സഹ്റാ എന്നുള്ളതിൽ അലിഫ്ലാമും ഇല്ല. അതുകൊണ്ട് സഹ്റാ എന്നുള്ളത് കസറിന് പകരം ഫത്ഹാണ് നൽകേണ്ടത്. അതാണ് പറഞ്ഞത്. ഇളാഫത്തില്ല, അലിഫ്ലാമിൽ നിന്ന് കാലിയാണ്, അലിഫ്ലാം ഇല്ലാത്തതാണ് എങ്കിൽ കസറിന് പകരം ഫത്ഹാണ് നൽകേണ്ടത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, അപ്പൊ ഇളാഫത്ത് ഉണ്ടെങ്കിൽ യുജറു ബിൽ കസ്റത്തി, കസർ കൊണ്ട് തന്നെയാണ് ജറ നൽകേണ്ടത്. ഇദാ കാന മുലാഫൻ, മുലാഫ് ഉണ്ടെങ്കിൽ, ഔ ബിഹി അല്ലെങ്കിൽ അലിഫ്ലാം ഉണ്ടെങ്കിൽ. സല്ലൈതു ഫിൽ മസാജിദി, അലിഫ്ലാം ഉണ്ട്, അൽ മസാജിദി, അപ്പൊ ഇവിടെ കസർ തന്നെയാണ് നൽകേണ്ടത്, ഫിൽ മസാജിദി. അപ്പൊ ഗൈർ മുൻസരിഫായ പദമാണ്, കസർ വരൂല എന്ന് ഇവിടെ പറയുന്നതിന് പ്രസക്തിയില്ല. അലിഫ്ലാം വന്ന സ്ഥിതിക്ക് പിന്നെ കസർ. യഖില്ലു മാഉ ബിസ്സഹ്റാഇ, സല്ലൈതു ഫി മസാജിദിൽ മദീനത്തി, പട്ടണത്തിലെ പള്ളികളിൽ ഞാൻ നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ ശേഷമുള്ളതിലേക്ക് ഇളാഫത്ത് ഉണ്ട്, അപ്പോൾ കസ്ർ കൊണ്ട് തന്നെയാണ് ജറ്. തസീറുൽ ഖവാഫിലു, യാത്രാ സംഘങ്ങൾ സഞ്ചരിക്കുന്നു, ബി സഹ്റാഇൽ അറബി, അറബികളുടെ മരുഭൂമിയിൽ. അപ്പൊ സഹ്റാഇ എന്നത് ശേഷത്തിലേക്ക് ഇളാഫത്ത് ഉണ്ടായതുകൊണ്ട് കസ്ർ കൊണ്ട് തന്നെയാണ് ഇവിടെ ജറ് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ് നമ്മുടെ ചോദ്യത്തിൽ വന്നത് സ്വല്ലൈന, ഞങ്ങൾ നമസ്കരിച്ചു, ഫി മസാജിദ, പള്ളിയിൽ. മസാജിദ് എന്നുള്ളത് അലിഫ്ലാം ഇല്ലാത്തതാണ്, മസാജിദ് എന്നുള്ളത് ശേഷം ഇളാഫത്തും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഫത്ഹു കൊണ്ടാണ് ജറ് നൽകപ്പെടേണ്ടത്. അടുത്ത ചോദ്യം, ഇസ്ദഹറത്തിൻ നഖാഇലു, നഖാഇൽ എന്ന കവിത ശാഖ അത് പ്രശോഭിച്ചത് ഫിൽ അസ്ർ, ഏത് കാലഘട്ടത്തിലാണ്? ഫിൽ അസ്രിൽ ഉമവി, ഉമവി കാലഘട്ടത്തിലാണ് കൂടുതൽ ശോഭിച്ചത് ഷിഅറുൻ നഖാഇൽ. ആക്ഷേപ കാവ്യങ്ങൾ ഫറസ്ദഖും ജരീറും അഖ്തറും 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന കാവ്യങ്ങൾ, പ്രധാനമായിട്ടും ഫറസ്ദഖും ജരീറും ആയിരുന്നു. ഖസായിദുൽ ഹിജ, ആക്ഷേപ കാവ്യങ്ങൾ അല്ലത്തി വഖഅത്ത് ഫിൽ അസ്രിൽ ഉമവി, ഉമവി കാലഘട്ടത്തിൽ പരസ്പരം.
ബൈന ജരീർ വൽ ഫറസ്ദഖ് വൽ അഖ്തർ, ഇവർ 3 പേരാണ്. കാന കുല്ലും മിൻഹും യംദഹു നഫ്സഹു, സ്വന്തം പുകഴ്ത്തുകയും, വയദുമുല്ലാഖറ, മറ്റേയാളെ ആക്ഷേപിക്കുകയും, ഫി സൂഖിൽ മിർബദ്, മിർബദി എന്നുള്ള സൂഖിൽ വെച്ചിട്ടായിരുന്നു കാര്യമായിട്ടും ഷെയ്റുൻ നഖാഇദ് നടന്നിരുന്നത്. മഅ തഖയ്യുദ് ബിവസ്ൻ വഖാഫിയത്തിൽ ഖസിദത്തിൽ മദ്മുമ, ഒരാളെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു കവിത ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതേ രീതിയിലും വസിനിലും ഖാഫിയയും വെച്ചിട്ടാണ് മറുപടി നൽകുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നടന്ന പരസ്പര ആക്ഷേപ കാവ്യങ്ങൾക്കാണ് നഖാഇദ്. ഉമവി കാലഘട്ടത്തിലായിരുന്നു ഇതിൻ്റെ പ്രധാന സമയം. അടുത്ത ചോദ്യം, ലഹു മഅരിഫത്തുൻ ഫി ഇൽമിൽ ഹാസൂബ്, കമ്പ്യൂട്ടർ സയൻസിൽ അവന് നല്ല ജ്ഞാനമുണ്ട്. ദിറായത്തുൻ, ലഹു ദിറായത്തുൻ, ദിറായത്ത് എന്ന് പറഞ്ഞാൽ മഅരിഫത്ത് എന്നാണ് അർത്ഥം. ദിറായത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം. മഅനൽ ജുംലത്തി ലഹു മഅരിഫത്തുൻ ദഖീഖത്തുൻ ഫി ഇൽമിൽ ഹാസൂബ്, അതാണ് ശരിയാക്കുക. ലഹു ഇൽമുൻ വാസിഉൻ, ഇൽമുൻ വാസിഉൻ പരന്ന വിവരമുണ്ട് ഫി ഇൽമിൽ ഹാസൂബ്. ലഹു തജ്റുബത്തുൻ കബീറത്തുൻ ഫി ഇൽമിൽ ഹാസൂബ്, ഇൽമുൽ ഹാസൂബിലെ അവന് നല്ല അനുഭവങ്ങളുണ്ട്. മക്കാനത്തുൻ ഖയ്യിമത്തുൻ, നല്ല സ്ഥാനമുണ്ട് അവന് ഇൽമുൽ ഹാസൂബിൽ. ശരിയായ ഉത്തരം ലഹു മഅരിഫത്തുൻ ദഖീഖത്തുൻ. ദിറായത്ത് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ട് കൃത്യമായ വിവരം അവൻ്റെ അടുത്തുണ്ട്, അതാണ് ദിറായത്ത് എന്ന് പറയുമ്പോൾ. ഇൽമുൻ വാസിഉ എന്ന് പറയുമ്പോൾ പരന്ന വായന, രണ്ട് വ്യത്യാസമാണ്. പരന്ന വായനയും ഒരേ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായ അഗാധമായ ജ്ഞാനവും, രണ്ട് വ്യത്യാസമാണ്. ദിറായത്ത് എന്ന് പ്രയോഗിക്കുന്നത് മഅരിഫത്തുൻ ദഖീഖത്തുൻ, വളരെ മൈന്യൂട്ടായിട്ട് കൃത്യമായ വിവരണം അവൻ്റെ അടുത്തുണ്ട്. ഷാഇറുൻ യുഅ്തബറു റായിദൽ മദ്രസത്തിൽ ഇഹ്യാ വൽ ബഅത്ത്, മദ്രസത്തുൽ ബഅത്ത് വൽ ഇഹ്യാ എന്ന ഒരു സാഹിത്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ നേതാവ് ആരാണ്? മഹ്മൂദ് സാമി അൽ ബാറൂദി. മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ് മദ്രസത്തുൽ ബഅത്ത് വൽ ഇഹ്യാ. അടുത്ത ചോദ്യം, ലിത്വാലിബി, വിദ്യാർത്ഥിയുടെ അടുത്തുണ്ട് കിതാബാനി, 2 പുസ്തകങ്ങളുണ്ട്. ഇതാണ് ശരി. ലിത്വാലിബി, വിദ്യാർത്ഥിക്കുണ്ട് ഒരു പുസ്തകമാണെങ്കിൽ കിതാബുൻ എന്നാ വരേണ്ടത്, പക്ഷെ അവിടെ കിതാബൻ തെറ്റി. 2 പുസ്തകമാണെങ്കിൽ കിതാബാനി എന്നാണ്, അപ്പൊ കിതാബൈനി എന്നത് തെറ്റി. കിതാബിൻ എന്നുള്ളതും തെറ്റാണ്. അപ്പൊ കിതാബാനി, 2 പുസ്തകങ്ങൾ വിദ്യാർത്ഥിയുടെ അടുത്തുണ്ട്. അപ്പോൾ ഇത് കിതാബാനി എന്ന് വരാൻ കാരണം മുബ്തദവും ഖബറാണ്. വിദ്യാർത്ഥിയുടെ അടുത്തുണ്ട് 2 പുസ്തകങ്ങൾ. കിതാബാനി എന്നുള്ളത് മുബ്തദയാണ്, ലിത്വാലിബി എന്നുള്ളത് ഖബറാണ്. ഖബർ മുന്തി വന്നതാണ്, കിതാബാനി എന്നുള്ളത് ശേഷം വന്നതാണ്. അപ്പോൾ മുബ്തദയാകുന്ന സമയത്ത് കിതാബാനി മർഫു ആണല്ലോ, മുബ്തദ മർഫു ആണ്, അലിഫ് കൊണ്ടാണല്ലോ മുസന്നക്ക് റഫ് ലഭിക്കുന്നത്. അപ്പൊ കിതാബാനി 2 പുസ്തകങ്ങൾ, ലിത്വാലിബി കിതാബാൻ. അസ്ലുൽ ഫിഅലി ഇത്തഫഖ, ഇത്തഫഖ യോജിച്ചു എന്നുള്ള ഇത്തഫഖ, ഈ ഇത്തഫഖയുടെ അസ്ൽ എന്താണ്? ഇത്തഫഖ, തഫിഖ, അഫഖ, വഫഖ, അത്ഫഖ, ഇതിൽ ഏതിൽ നിന്ന് വന്നതാണ് ഇത്തഫഖ എന്നുള്ളത്? നമ്മൾ നേരത്തെ വഖ എന്നുള്ളതിൽ നിന്നും ഇത്തഖ എന്നതുപോലെ തന്നെ വഫഖ എന്നതാണ്. വഫഖ, വഫഖ, ഇതിനെ ഇഫ്താല വസനിലേക്ക് കൊണ്ടുവന്നത് ഇവ്തഫഖ. നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ വാവിനെ താ ആക്കി മറിച്ചിട്ട് ഇത്തഫഖ, ഇത്തഫഖ, അങ്ങനെയാണ് ഇത്തഫഖ എന്നത് ആയി വരുന്നത്. അപ്പൊ ഇതിന്റെ അസ്ല് വഫഖ എന്ന ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അൽ അസ്റു ഡാഷ്, ഇതിലെ ഏത് കാലമാണ് അസ്റുൽ ഇൻഹിതാത്ത്, തകർച്ചയുടെ കാലഘട്ടം, സാഹിത്യത്തിന്റെ ശോഷണം, വൽ ജുമൂദുൽ ഫിക്രി, ചിന്താ മരവിപ്പിന്റെ കാലഘട്ടമായി അറിയപ്പെടുന്നത് അൽ അസ്റുൽ ഉസ്മാനി, സാഹിത്യം, പ്രത്യേകിച്ച് അറബി സാഹിത്യത്തിന്. ഉസ്മാനി ഒട്ടോമൻ എംപയർ തുർക്കിഷ് ലാംഗ്വേജിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും അറബി ഭാഷ ഔദ്യോഗിക ഭരണഭാഷയിൽ നിന്ന് മാറുകയും ചെയ്തതോടുകൂടി അറബി ഭാഷക്ക് പ്രധാനമായും കുറെ പിന്നെ ധാരാളം യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അറബ് ലോകം തന്നെ ചിന്താപരമായിട്ടും പിന്നോട്ട് പോവുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് അൽ അസ്റുൽ ഉസ്മാനി. അടുത്ത ചോദ്യം, ലഹു ഷഗഫുൻ ഫിർ റഹലാത്ത്, ഒരാളെ കുറിച്ച് പറയും അവന് യാത്ര ചെയ്യാൻ അതിയായ ആഗ്രഹമുള്ള ഒരാളാണ്. ഷഗഫ്, ഷഗഫ് എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹത്തിനാണ് പറയുന്നത് ഷഗഫ്. ഈ ഷഗഫ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നഹു യുഹിബ്ബുർ റഹലാത്ത്, അവൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. യക്റഹു റഹലാത്ത്, യാത്രകൾ വെറുക്കുന്ന ആളാണ്, തെറ്റ്. യുനല്ലിമു റഹലാത്ത്, യാത്രകൾ സംഘടിപ്പിക്കുന്ന ആളാണ്, തെറ്റ്. ലഹു ഷിർക്കത്തു തദ്ബീർ റഹലാത്ത്, ഷിർക്കത്തുൻ തുദീറു റഹലാത്ത്, യാത്രകൾ മാനേജ് ചെയ്യുന്ന, യാത്രകൾ നിയന്ത്രിക്കുന്ന, നടത്തുന്ന ഒരു കമ്പനി അവനുണ്ട്, അതൊക്കെ തെറ്റാണ്. ഷഗഫ് എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത ആഗ്രഹം, അതിനാണ് ഷഗഫ്. ലഹു ഷഗഫുൻ ഫിർ റഹലാത്ത്. അടുത്തത്
ഖും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കഅദൽ മുഅല്ലിമു അൻ യകൂന റസൂല. അധ്യാപകനെ കാണുമ്പോൾ നീ എണീറ്റ് നിൽക്കണം. അധ്യാപകന് എല്ലാ ബഹുമാനാദരവുകളും കൽപ്പിക്കണം. കഅദൽ മുഅല്ലിമു അൻ യകൂന റസൂല, പ്രവാചകന്മാരുടെ പ്രവൃത്തിയാണ് അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഈ ഒരു കവിത. ഇത് ആരുടേതാണ്? അഹ്മദ് ഷൗക്കിയുടേതാണ്. ഖുംലിൽ അധ്യാപക ദിനങ്ങളിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് ആയി വരാറുണ്ടല്ലോ. നബീലുൻ യർഗബു അൻ തനാവുലിൽ വജബാത്തി സരിഅ. വജബാത്ത് സരിഅ ഫാസ്റ്റ് ഫുഡ് നബീൽ യർഗബു അൻ റഗിബ അൻ എന്ന് പറയുമ്പോൾ വെറുക്കുന്നു എന്നാണ്. റഗിബ ഫീ എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ മർമ്മം. അപ്പോൾ റഗിബ അൻ തനാവുലിൽ വജബാത്തി സരിഅ, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിന് അവന് ഇഷ്ടമില്ല, അവന് വെറുപ്പാണ്. റഗിബ അൻ. ലാ യുഹിബ്ബു നബീലുൻ തനാവുലൽ വജബാത്തി സരിഅ, ഫാസ്റ്റ് ഫുഡ് അവന് ഇഷ്ടമില്ല. യുഫല്ലിൽ, അവന് പ്രിഫർ ചെയ്യുന്നത് തനാവുൽ വജബാത്തി സരിഅ ദായിമൻ, അത് തെറ്റാണ്. അവൻ പ്രിഫർ ചെയ്യാറില്ല, അവനെ ഒഴിവാക്കുക ചെയ്യും. ലി നബീൽ തമഉൻ കബീർ, നബീലിന് അതിയായ ആഗ്രഹമുണ്ട് ഫി തനാവുൽ വജബാത്തി സരിഅ. ലൈസ ലി നബീൽ, നബീലിനില്ല തമഉൻ ആഗ്രഹമില്ല, കബീർ വലിയ ആഗ്രഹമില്ല, ഫി തനാവുൽ വജബാത്തി സരിഅ, ഇതുമല്ല, അവന് ഇഷ്ടല്ല. ലാ യുഹിബ്ബു നബീലുൻ തനാവുലൽ വജബാത്തി സരിഅ. അപ്പോൾ റഗിബ ഫി എന്ന് പറയുമ്പോൾ അഹബ്ബ എന്നതാണ്. റഗിബ മുഹമ്മദുൻ ഫി സിബാഹത്തി, നീന്തൽ നല്ല ഇഷ്ടമാണ്. റഗിബ അൻ എന്ന് പറയുമ്പോൾ കരിഹ എന്നതാണ്. ലാ യുഹിബ്ബു എന്ന് ഇഷ്ടമില്ല. യർഗബു ഇബ്രാഹിം അനിൽ ലഗബ്, ഇബ്രാഹിമിന് കളി തീരെ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് പരിശോധിച്ചത് 2013 മാർച്ചിൽ നടന്നിട്ടുള്ള കാറ്ററ്റ് കാറ്റഗറി 4-ന്റെ അറബിക് ലിറ്ററേച്ചർ ഗ്രാമർ ബലാഗ പോർഷനാണ്. അപ്പോൾ ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.